ഹായ് ഓൾ, ഗുഡ് ഈവനിങ്. ഇന്നത്തെ നമ്മുടെ സൂം മീറ്റിംഗ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സമയം 9 മണി കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ലിങ്ക് ഫുള്ളായിട്ടുണ്ട്. അപ്പൊ നമ്മൾ കൂടുതൽ സമയം വെയിറ്റ് ചെയ്യേണ്ടതില്ല. ഇന്ന് നമുക്കറിയാം, കമ്പനിയുടെ പുതിയ ഒരുപാട് അപ്ഡേഷൻസ് കാര്യങ്ങളൊക്കെ അറിയിക്കാനാണ് ഈ ഒരു മീറ്റിംഗ് വിളിച്ചു ചേർത്തിട്ടുള്ളത്. ഇതിനിപ്പോ കഴിഞ്ഞ ഒരു ആഴ്ചക്ക് മുമ്പ് നമ്മൾ ഇതുപോലെ ഒരു മീറ്റിംഗ് കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് കുറച്ച് അപ്ഡേഷൻസ് കാര്യങ്ങളൊക്കെ വരുന്ന കാര്യം നമ്മൾ നേരത്തെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആദ്യമായിട്ട് ഈ ഒരു മീറ്റിംഗിൽ നമ്മളോട് സംസാരിക്കുന്നത് ഫേസ് 2. നമുക്കറിയാം, കമ്പനിയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രോജക്റ്റ് ആണ് ഫേസ് 2. ആ ഫേസ് 2 ആയിട്ട് പല ആളുകളെ സംബന്ധിച്ച് പലതരത്തിലുള്ള ഡൗട്ടുകൾ, കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ട്. അതിലേക്ക് കടന്നു വരുന്ന ആളുകൾ നോക്കുകയാണെങ്കിൽ കൂടുതലും പുതിയ ആളുകൾ, പുതിയ കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് ഒക്കെ ഫേസ് 2ലേക്ക് വരുന്നുണ്ടെങ്കിൽ നിലവിലുള്ള കമ്മ്യൂണിറ്റി മെമ്പേഴ്സിൽ വളരെ കുറച്ച് പേര് ആണ് ഫേസ് 2ലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നമ്മളോട് സംസാരിക്കുന്നത് മലപ്പുറം സ്വദേശക്കാരനായിട്ടുള്ള മജീദ് സാറാണ്. സാർ ഈ ഒരുപാട് കാലമായിട്ട് ഈ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്ത സമയം തൊട്ട് തന്നെ കമ്പനിയുടെ കൂടെ നിന്ന് വലിയ വലിയ റാങ്കുകൾ അച്ചീവ് ചെയ്തുകൊണ്ട് ഇത് വളരെ ശക്തമായ രീതിയിൽ ബിസിനസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ് നിന്നും എന്താണ് ഫേസ് 2 ആയി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടി ഞാൻ മജീദ് സാറെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. പ്ലീസ് വെൽക്കം സർ. ഓക്കെ, താങ്ക് യു. എന്റെ വോയിസ് കേൾക്കുന്നുണ്ടല്ലേ? യെസ് യെസ് സർ. ഓക്കെ, എന്തെങ്കിലും ക്ലിയർ കുറവുണ്ടെങ്കിൽ പറയണം. ഓക്കെ, താങ്ക് യു അരുൺ സാർ. നമുക്കറിയാം, നമ്മുടെ സൂമിന്റെ ലിങ്ക് 15 മിനിറ്റ് മുമ്പ് തന്നെ 1000-ഓളം ആളുകൾ കയറി നിൽക്കാന്ന് വെച്ചാൽ അത്രയും മാത്രം. കാരണം നമുക്കറിയാം, ഇന്ന് മാർക്കറ്റില് ഞാൻ പല കമ്പനിയുടെ വാച്ച് ചെയ്യാറുണ്ട്, പക്ഷെ അവിടെ ഒന്നും ഇല്ലാത്ത സമയം അവിടെ ആളെ വിളിച്ചു കൂട്ടുന്നിടത്ത് ഇത്രയും ആളുകൾ, നമുക്കറിയാം ഇതിനേക്കാൾ ആളുകൾ ഇനിയും വെയിറ്റിംഗിലാണ്. തീർച്ചയായിട്ടും വളരെ സന്തോഷമുണ്ട്. അരുൺ സാർ പറഞ്ഞ പോലെ തന്നെ ബിസിനസ്സിൽ നമുക്കറിയാം, ബിസിനസ് എന്ന് പറഞ്ഞത് ഒരാൾ വ്യക്തി ഒരു ആക്റ്റീവായി നിൽക്കുന്നത് കൊണ്ട് മാത്രമാവുന്നില്ല, അദ്ദേഹത്തിന്റെ മൈൻഡിലും അദ്ദേഹത്തിന്റെ ബിസിനസ് ഗ്രോത്തിലും ഒക്കെ അത് ഉണ്ടായിരിക്കും. തീർച്ചയായിട്ടും എന്നെ വിശദമായിട്ട് ഒന്ന് പരിചയപ്പെടുത്താം. ഞാൻ ഏകദേശം ഈ അപെക്സ് എന്ന ഈ പ്രൊജക്റ്റിൽ വന്നിട്ട് ഏകദേശം ഒരു 9-10 മാസം കഴിഞ്ഞു. വളരെ സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും അന്ന് മുതൽ ഇന്ന് മുതൽ കമ്പനി എന്താണോ നമുക്ക് കൊണ്ടുവരുന്നത് അത് 2 കൈയും നീട്ടി സ്വീകരിച്ചു. നല്ല രീതിയിൽ അത് പ്രൊമോട്ട് ചെയ്തു. അതില് നമുക്കറിയാലോ, നമ്മൾ ഏതൊരു കാര്യം നമ്മൾ ചെയ്തിട്ട് മറ്റൊരാൾക്ക് കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അപ്പൊ എന്റെ ദൗത്യം എന്നുള്ളത് വളരെ കുറച്ച്, നമുക്കറിയാം നമ്മളെല്ലാവരും, ഞാനടക്കം നമ്മളൊക്കെ കാത്തിരിക്കുന്നത് നമ്മുടെ സിഇഒയുടെ വാക്കുകൾക്കും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പുതിയ അപ്ഡേഷനും കാര്യങ്ങൾക്കും വേണ്ടിയാണ്. പക്ഷെ എന്നെ ഏൽപ്പിച്ചൊരു ദൗത്യം തീർച്ചയായിട്ടും നമുക്ക് എല്ലാ ആളുകൾക്കും അറിയാം. നമ്മൾ ബിസിനസ്സും സ്കീമും ഉള്ളൊരു വ്യത്യാസം ജസ്റ്റ് ഒന്നും എല്ലാവർക്കും അറിയുന്നതാണ്. ബിസിനസ് എന്ന് പറഞ്ഞാൽ, ഞാൻ ബിസിനസ്സുകാരനായതുകൊണ്ട് തന്നെ പറയാണ്, ബിസിനസ് എന്നുള്ള ഒരു ലോങ് ജേണിയാണ്. അതിന് ഒരുപാട് റിസ്കുകൾ ഉണ്ടാവും, ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാവും. അതേപോലെ തന്നെ നമുക്ക് വലിയൊരു ഡ്രീംസ് ഉണ്ടാവും, ഒരു ഗോൾ ഉണ്ടാവും. എന്നാൽ സ്കീമുകൾ എന്ന് പറഞ്ഞാൽ ഇന്നിട്ട് നാളെ എന്തെങ്കിലും ഉണ്ടാക്കുക, അല്ലെങ്കിൽ നാലാളെ പറ്റിക്കുക, അല്ലെങ്കിൽ തൽക്കാലം നമുക്ക് കുറച്ച് പൈസ ഉണ്ടാക്കുക, അപ്പത്തെ പ്രശ്നങ്ങൾ മാറ്റുക, ഇതാണ് സ്കീമുകൾ. തീർച്ചയായിട്ടും അപെക്സ് എന്നുള്ള ഒരു പ്രൊജക്ട് 2 വർഷത്തോളമായി, നമുക്കൊക്കെ അറിയാലോ. 2 വർഷത്തോളം കംപ്ലീറ്റ് ചെയ്തു. അല്ലെങ്കിൽ നമ്മുടെ കറൻസി അപെക്സ് എന്ന ടോക്കന് 5ഓളം എക്സ്ചേഞ്ച് ലിസ്റ്റ് ചെയ്തു. ഈ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാം. ഇതൊരു ബിസിനസ് ആണെന്നതിന് ഏറ്റവും വലിയ തെളിവ്, കമ്പനി എന്ത് പറഞ്ഞോ ആ കാര്യങ്ങൾ കമ്പനി ഓരോ സമയത്തും കൊണ്ടുവന്നിട്ടുണ്ട്. കഴിഞ്ഞ നമുക്ക് എല്ലാ ആളുകളും ഫെബ്രുവരി ലാസ്റ്റ് അല്ലെ, എല്ലാ ആളുകൾക്കും അറിയുന്നതാണ്. ഫേസ് 1 ആയാലും ഫേസ് 2 ആയാലും ഒക്കെ. ഡിസംബറിൽ നമ്മൾ കമ്പനി കൊച്ചിയിൽ വെച്ച് 2 ദിവസത്തെ പ്രോഗ്രാം, നമുക്കറിയാം ഫേസ് 2ന്റെ നമുക്കറിയാം ഫേസ് 2നെ പറ്റിയിട്ടുള്ള വളരെ വിശദമായിട്ടുള്ള, അന്ന് ഒരുപാട് ലീഡേഴ്സ് പങ്കെടുത്തിരുന്നു. അതിൽ പങ്കെടുത്തൊരു വ്യക്തിയാണ്. അതിന്റെ മുമ്പ് ഊട്ടി പ്രോഗ്രാമിൽ നമ്മളെ ഫേസ് 2 അനൗൺസ് ചെയ്തു. അന്ന് മുതൽ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഞാൻ ഈ പറഞ്ഞ, എനിക്ക് അതിലെന്ത് ലാഭം അല്ലെങ്കിൽ എന്ത് നഷ്ടം നോക്കിയിട്ടല്ല, ആ പറഞ്ഞ കാര്യം അപെക്സ് ടോക്കൻ അന്നത്തെ റേറ്റ് എല്ലാ ആളുകൾക്കും അറിയാം. അത് നെഞ്ചോട് ചേർത്തു. അത് നമ്മളെല്ലാവരും ആ ഫേസ് 2 സ്റ്റേക്ക് ചെയ്തു. നമ്മൾ നല്ല രീതിയിൽ 8-9 പ്രോഗ്രാം കേരളത്തിന് ഉള്ളിൽ പല ജില്ലകളിലായിട്ട് ഫേസ് 2 എന്നൊരു പ്രോഗ്രാം നടത്തി. അതിൽ എനിക്കറിയുന്ന നമ്മൾ നല്ല രീതിയിൽ ഓരോ 25 പേരെ വെച്ചിട്ട് നമ്മൾ പ്രോഗ്രാം നടത്തി. അത് നല്ല രീതിയിൽ ആ മുൻ നിരയിലുള്ള ലീഡേഴ്സ് ഒക്കെ എന്ത് ചെയ്തു. പക്ഷെ അത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തില്ല. നമുക്കറിയാം, ബിസിനസ് ആകുമ്പോൾ ഈ ഒരു ബിസിനസിന്റെ പ്രത്യേകത നമുക്കറിയാം, ഇതൊരു ഡ്യൂപ്ലിക്കേറ്റ് ബിസിനസ് ആണ് അല്ലെ. മൗത്ത് പബ്ലിസിറ്റി പോലെ തന്നെ നമ്മൾ എങ്ങനെയാണോ നമ്മൾ ഏറ്റെടുത്തു, അത് നമ്മൾ ചെയ്ത കാര്യങ്ങൾ താഴെ തട്ടിലേക്ക് അല്ലെങ്കിൽ നമ്മൾ വിശ്വസിച്ച് വരുന്ന
നമ്മൾ സ്പോൺസർ ചെയ്യുന്ന വ്യക്തികളിലേക്ക് എത്തിക്കുമ്പോഴാണ് അതിന് ഒരു മാർക്കറ്റിംഗ് അല്ലെ, നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ആയാലും ശരി, ഇനി സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ആയാലും ശരി, ഏതൊരു മാർക്കറ്റിംഗ്, ഇനി നമുക്കറിയാം ഏത് പ്രൊഡക്റ്റ് എടുത്തോളൂ നിങ്ങൾ എടുത്തോളൂ, അതിനെ ശരിയായ രീതിയിൽ ആ വ്യക്തി യൂസ് ചെയ്ത് അതിന്റെ റിസൾട്ട് മറ്റുള്ളവർക്ക് എത്തിക്കുമ്പോഴാണ് അതിന്റെ ശരിയായ റിസൾട്ട് വരുന്നത്. 100%. നമുക്കറിയാം ഇവിടെ എല്ലാ ആളുകളും ആ സമയത്ത് ചെയ്ത ആളുകളൊക്കെ വളരെയധികം നമ്മുടെ ഊട്ടി പ്രോഗ്രാം അതുപോലെ തന്നെ കൊച്ചി പ്രോഗ്രാം ശേഷം നല്ലൊരു ഗ്രോത്ത് വന്നിരുന്നു. പക്ഷെ പല ആളുകളും എന്ത് ചെയ്തു, ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തില്ല, സംതിങ് എന്താവട്ടെ. ഇവിടെ നമുക്ക് ഫേസ് ടു ചെയ്ത ആളുകൾ, ഞാനടക്കം ഇതിലുള്ള പല ആളുകൾക്കും അറിയാം, ഇന്നും നമുക്കറിയാം ഒരു സ്ട്രഗിളിങ് വന്നാലും അല്ലെങ്കിൽ നമുക്ക് കുറച്ച് സമയം 1-2 മാസം നമ്മളെ ഫേസ് 1-ലോ ആറോയിൽ നിന്നാൽ പോലും ഫേസ് 2 ഉള്ളത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യും, പിടിച്ചു നിൽക്കാൻ പറ്റും. നമുക്കറിയാം നമുക്ക് ബിസിനസ് ആകുമ്പോൾ നമുക്കറിയാം ഏറ്റക്കുറച്ചിലൊക്കെ ഉണ്ടെങ്കിലും വരും. ഫേസ് 2-ല് നല്ല രീതിയിൽ ബെനിഫിറ്റ് എടുത്ത് ഇഷ്ടം പോലെ ലീഡേഴ്സ് നമുക്ക് അറിയുന്ന ആളുകളുണ്ട്. കാരണം നമ്മുടെ ടോക്കന്റെ റേറ്റ് എന്തായിരുന്നു എല്ലാവർക്കും അറിയാം. അപ്പോൾ ഞാൻ ഇപ്പൊ പറഞ്ഞത് ന്യൂ ഫേസ് 2, ആദ്യം നമ്മുടെ ഇപ്പൊ വന്ന ലാറ്റസ്റ്റ് വന്ന ന്യൂ ഫേസ് 2ന്റെ ബെനിഫിറ്റ്സുകളാണ്. ആദ്യം നമുക്ക് അതല്ല അറിയേണ്ടത്. ഒരു ബിസിനസ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് ബെനിഫിറ്റ്സ്, ലോസ് അല്ലെങ്കിൽ എന്താണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ ബെനിഫിറ്റ് നമുക്കറിയാം, ഈ ബിസിനസ്സിൽ ഒരു ലോസും ഇല്ല. ബെനിഫിറ്റ് എന്താണെന്ന് നോക്കാം. ഒന്ന് എന്താണെന്ന് വെച്ചാൽ ഡെയിലി ROI കിട്ടുന്നുണ്ട് അല്ലെ. നമുക്ക് ഫേസ് 1 ഇതും കൂടി കമ്പാരിസൺ ചെയ്യുമ്പോൾ എല്ലാവർക്കും അറിയാം. ഇവിടെ ഡെയിലി ROI ആണ്. 7 ദിവസം നമുക്ക് ROI ഉണ്ട്. അതാണ് ഏറ്റവും വലിയ പോസിറ്റീവ്. അത് നമുക്ക് 2% ഉണ്ട്. 1.9798 ഒക്കെ ആയിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. എത്രയാണോ നിങ്ങൾ ബാൻ ചെയ്ത് സ്റ്റേക്ക് ചെയ്ത്, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഒരാൾ വ്യക്തി 120 ടോക്കൺ അയാൾ അപ്പസ് ടോക്കൺ വാങ്ങി അദ്ദേഹം ഈ പറഞ്ഞ ന്യൂ ഫേസ് 2-ൽ ഒരു റെഫറൽ ലിങ്ക് വെച്ച് അയാൾ ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തിനെ സംബന്ധിച്ചോളം നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് 50 എണ്ണം ബാൻ ചെയ്തു പോയി, 70 എണ്ണം സ്റ്റേക്ക് ചെയ്തു. ഈ 70 എണ്ണം 6 മാസത്തെ ലോക്കിംഗ് പീരീഡ് ആയിട്ട് അവിടെ സ്റ്റേക്ക് ചെയ്ത് കഴിയുന്നതിന് നമുക്ക് 1.33 ആണ് തോന്നുന്നുണ്ട് ഒരു ഓർമ്മ, 1.3733 ആയിട്ട് നമുക്ക് എന്ത് ഡെയിലി നമുക്ക് വരുന്നുണ്ട്. എല്ലാ ആൾക്കാർക്കും അറിയാം, കമ്പനി ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഫ്രീ ആയിട്ട്, അതുപോലെ ചെയ്ത ആളുകൾക്ക് അറിയാം. അതാണ് നമുക്ക് അവിടെ. അത് 7 ദിവസം, ഈ പറഞ്ഞ 30 ദിവസവും അല്ലെങ്കിൽ ഈ പറഞ്ഞ കാലാവധി, നമ്മുടെ എത്ര സമയം നമ്മുടെ അവിടെ കിടക്കുന്നുണ്ടോ അത്രയും സമയം നമുക്ക് എന്ത് ചെയ്യും, അത് കിട്ടിക്കൊണ്ടിരിക്കും. നമ്മുടെ പ്ലാൻ ചേഞ്ച് ചെയ്യുമ്പോൾ നമുക്കറിയാം, നമ്മുടെ പ്ലാൻ 120 മുതൽ ഇന്നിപ്പോ 60,000 അല്ലെങ്കിൽ 60,000 വരെയുണ്ട്. അപ്പൊ ഏതാണോ പ്ലാൻ നമ്മൾ സെലക്ട് ചെയ്യുന്നത്, പ്ലാൻ നമ്മൾ അടിച്ചേൽപ്പിക്കുക കമ്പൽസറി ഉണ്ട്. നമുക്കറിയാം നമുക്ക് എത്രയാണ് ബിസിനസ് ആകുമ്പോൾ അറിയാലോ, നമുക്ക് എത്ര വരുമാനം വേണം അല്ലെങ്കിൽ എത്ര നമുക്ക് ഏൺ ചെയ്യണം, അത് അവനവനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഡെയിലി വിഡ്രോവൽ ഉണ്ട്, അതൊരു വലിയ പോസിറ്റീവാണ്. ഡെയിലി ROI കിട്ടുന്നുണ്ട് 2% നമുക്കറിയാം അതിനടുത്ത്. ഇതിൽ ഏറ്റവും വലിയ പോസിറ്റീവ്, എന്നെ ഏറ്റവും ഹൈലൈറ്റ് ചെയ്യുന്നത് മറ്റുള്ളതിനെ അപേക്ഷിച്ചിട്ട് വിത്തിൻ 3 months കൊണ്ട് ഒരു വ്യക്തി, ഇപ്പൊ നമുക്കറിയാം 99% മലയാളിയുടെ ആറ്റിറ്റ്യൂഡ് എന്താണ്, ഈ അപെക്സിൽ വന്ന ഒരാൾക്കാരെ സംബന്ധിച്ചോളം 99% ആൾക്കാർ ഞാൻ വിട്ട മുതൽ സേഫ് ആയിരിക്കണം. തീർച്ചയായിട്ടും ഞാനും സ്റ്റാർട്ടിങ്ങിൽ അങ്ങനെ വന്ന ഒരാൾ തന്നെയാണ്. ബിസിനസ് നമുക്കറിയാമല്ലോ, അത് നമ്മളെ പൈസ പോകാൻ പാടില്ല. തീർച്ചയായിട്ടും നമ്മൾ കൊണ്ടുവന്ന വ്യക്തിയുടെയും അത് തന്നെയാണ് നമ്മുടെ ഉദ്ദേശം. ഇവിടെ 3 മാസം കൊണ്ട് അദ്ദേഹത്തിന് എന്ത് ചെയ്യും, ഇൻവെസ്റ്റ് ചെയ്ത ആ മുതൽ കിട്ടുന്നുണ്ട്. അഥവാ അദ്ദേഹം എത്രയാണ് മുടക്കുന്നത് ആ പൈസ അദ്ദേഹത്തിന് സെയിം റേറ്റിൽ നിന്നാൽ പോലും, ഇതാണ് ഇതിന്റെ പോസിറ്റീവ്. ശ്രദ്ധിച്ചോളൂ, ഇന്നത്തെ റേറ്റ് നമുക്ക് 2 രൂപയാണെങ്കിൽ അല്ലെങ്കിൽ 2.3 ഇത്ര സെന്റ് ആണോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. അപ്പസിന് നമുക്ക് വേരിയേഷൻ ഫ്ലക്ച്വേഷൻ വരുന്ന ടോക്കൺ ആണ്. അതുകൊണ്ട് തന്നെ സെയിം റേറ്റിൽ തന്നെ നിന്നാലും 3 മാസം നിന്നാലും നമ്മൾ മുടക്ക് മുതൽ നമുക്ക് തീർച്ചയായിട്ടും കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൽ രണ്ടാമത് വേണമെങ്കിൽ നിങ്ങൾക്ക് റെഫർ ചെയ്യാം. നമുക്കറിയാം ബിസിനസ് ആണ്, കൂടുതൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾക്ക് ആഗ്രഹം, എന്റെ ആഗ്രഹം എന്താണ്, എനിക്ക് കിട്ടുന്ന അല്ലെങ്കിൽ എനിക്ക് കിട്ടുന്നത് പോലെയെങ്കിലും അല്ലെങ്കിൽ എന്നേക്കാൾ കൂടുതൽ എന്റെ സുഹൃത്തിന് കിട്ടണം, അല്ലെങ്കിൽ നമ്മളെ പരിചയപ്പെടുന്ന വ്യക്തികൾ. ഇതാണ് നമ്മുടെ ബിസിനസ് അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ബിസിനസിന്റെ ആറ്റിറ്റ്യൂഡ്. മറ്റുള്ള ബിസിനസ് നമ്മൾ വ്യത്യാസം. എന്റെ ട്രഡീഷണൽ ബിസിനസ്സിൽ എന്റെ തൊട്ട ഓപ്പോസിറ്റ് ഒരു വ്യക്തി വന്നിട്ട് ഒരു ഷോപ്പ് ഇട്ടാൽ എനിക്ക് ഇഷ്ടപ്പെടില്ല. പക്ഷെ ഇവിടെ എന്റെ നൈബറോ എന്റെ റിലേറ്റീവോ ഇതിലേക്ക് വന്നാൽ ഞാൻ സന്തോഷവാനാണ്. കാരണം എന്താ വെച്ചാൽ അവിടെ നമുക്ക് ബെനിഫിറ്റ് എന്താ വെച്ചാൽ റെഫറൽ എന്നുള്ള സ്റ്റോപ്പ് അല്ലെ. ലോകത്ത് എല്ലാ മേഖലക്കും റെഫർ, ഞാൻ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. നമുക്കറിയാം എല്ലാ ലീഡേഴ്സും അരുൺ സാർ അടക്കം നമുക്ക് എല്ലാവരും പറഞ്ഞു തന്നിട്ടുണ്ട്. റെഫറൽ എന്നൊരു സിസ്റ്റം ലോകത്ത് എല്ലാ മേഖലയിലും ഉണ്ട് അല്ലെ. ഇന്ന് സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് അറിയാലോ. ഞാൻ ഉദാഹരണം പറഞ്ഞാൽ യമ മാട്രസ് എല്ലാവർക്കും അറിയാം അല്ലെ. യമ മാട്രസ് എന്നുള്ളൊരു ഇത്, അതിന്റെ പരസ്യം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, എല്ലാവരും കാണുന്നുണ്ട്. ഇന്ന് സോഷ്യൽ മീഡിയ തുറന്നാൽ ഒരു 10 20 പ്രാവശ്യം അതിന്റെ പല ആളുകളും ചെയ്യുന്നുണ്ട്. ഇതെന്താണ്, അവർ വെറുതെ ചെയ്യല്ല എന്ന് എല്ലാവർക്കും അറിയാം. ബെനിഫിറ്റ് ഉണ്ട്, അല്ലാതെ വെറുതെ അവർ എടുത്തിട്ട് ഒരു ഏതോ ജർമ്മനി അല്ലെങ്കിൽ ഇവിടെ കിടക്കുന്ന ബെഡ് എടുത്തിട്ടാണ് ചെയ്യല്ല. ഇതുപോലെ അവിടെ ചെയ്യുമ്പോൾ ഇപ്പൊ നമുക്കറിയാം, ലൈക്ക് ചെയ്യൂ കമന്റ് ചെയ്യൂ എന്നൊക്കെ പറയുന്നതിനാണ് ബെനിഫിറ്റ് ഇല്ലാതെ ലോകത്ത് ഒരു കാര്യം ഒരാളും ചെയ്യുന്നില്ല. ഇവിടെയും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞാൻ ബിസിനസ്സുകാരൻ ആയതുകൊണ്ട് നിങ്ങളൊക്കെ ബിസിനസ്സുകാരാണ്, ബെനിഫിറ്റിന് വേണ്ടി വെച്ചാൽ വിളിക്കുന്നത് അല്ലെ. എല്ലാ തൽക്കാലം നമ്മൾ മുടക്കുമുതൽ കിട്ടാന്നില്ല. അപ്പൊ ബിസിനസ് ആയി എടുക്കുന്ന ഒരാൾക്ക് അദ്ദേഹത്തിനെ സംബന്ധിച്ചോളം 10% റെഫറൽ കമ്മീഷൻ. ഏതിന്റെ 10%?
നമ്മൾ ബാൻ ചെയ്തു പോകുന്നതിന്റെ 10%. അഥവാ നിങ്ങൾ 50 ടോക്കൺ ബാൻ ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ അതിന്റെ 10%, 5 ടോക്കൺ ഓൺ ദ സ്പോട്ട് സെക്കൻഡ് തന്നെ നിങ്ങൾക്ക് വാലറ്റിൽ കയറി. നമുക്ക് എല്ലാവർക്കും അറിയാം 10 ആയി കഴിഞ്ഞാൽ നമുക്ക് വിഡ്രോവൽ ചെയ്യാം. ഒരു ദിവസം ഒരു വ്യക്തി 2 പേര് റെഫർ ചെയ്തു, അദ്ദേഹത്തിന് 10 ടോക്കൺ കിട്ടി. അതിന്റെ 10% കമ്മീഷൻ പോയാൽ 9 ടോക്കൺ നമുക്ക് നേരെ ട്രസ്റ്റ് വാലറ്റിലേക്ക് മാറ്റിയിട്ട് ആ സെയിം റേറ്റിലുള്ള പ്രൈസിന് നമുക്ക് ഈ പറഞ്ഞ പോലെ XT.com ഏതെങ്കിലും എക്സ്ചേഞ്ച് കൊണ്ടുപോയി ലിസ്റ്റ് ചെയ്ത് എക്സ്ചേഞ്ച് കൊണ്ടുപോയിട്ട് സെൽ ചെയ്ത് USDT ആക്കി ക്യാഷ് ആക്കാം. എത്ര പൈസ ആണെങ്കിലും അത് ഇനി 2 രൂപയാണ്, 10 രൂപയാണ്, 4 രൂപയാണ്, നമ്മുടെ ഇഷ്ടം. ഇനി രണ്ടാമത് നമുക്കറിയാം, നമുക്ക് എല്ലാ ആളുകൾക്കും അറിയുന്നൊരു ബൈനറി ഇതിലാണ്. നമുക്കറിയാം ഏതൊരു ബിസിനസ്സിനും ഓരോ പ്ലാനുകളുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് കൂടുതൽ ബിസിനസ് 1, 2, 4 ആളുകളൊക്കെ നമ്മൾ കൊണ്ടുവരികയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മളല്ല നമ്മൾ കൊണ്ടുവന്ന അവർക്കും സെയിം ഓപ്പർച്യൂണിറ്റിയാണ്. അല്ലാതെ ആദ്യം വന്ന ഒരാൾക്ക് രക്ഷപ്പെടാന്നുള്ള ഓപ്പർച്യൂണിറ്റി അല്ല. ഏതൊരാൾക്കത്തിൽ അദ്ദേഹത്തെക്കാൾ കൂടുതൽ ബിസിനസ് ചെയ്യാം. അപ്പൊ അദ്ദേഹം റെഫറൽ ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ അറിയത്തിന് 2 ഓപ്ഷൻ ഉള്ളൂ. ഒന്ന് ലെഫ്റ്റ് ആംഗിൾ, റൈറ്റ് ആംഗിൾ, അല്ലെ? ഏതൊരു ബിസിനസ് നമുക്കറിയാം 2 സൈഡിലല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ ഒരു ആംഗിളിൽ ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് മാച്ച് ചെയ്യുമ്പോൾ, അദ്ദേഹത്തിന്റെ ബിസിനസ് വോളിയം മാച്ച് ചെയ്യപ്പെടുമ്പോൾ അതിന്റെ 10% അവിടെയും നമുക്ക് കിട്ടണം 5 ടോക്കൺ. ഉദാഹരണം പറഞ്ഞാൽ ഒരാൾ ലെഫ്റ്റ് റൈറ്റ് 120 ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് എന്ത് ചെയ്യും? 5 ടോക്കൺ ഇവിടെ കിട്ടുന്നുണ്ട്. അപ്പൊ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു ദിവസം 2 ബിസിനസ് കൊണ്ടുവന്നാൽ പോലും അദ്ദേഹത്തിന് മിനിമം 15 ടോക്കൺ കിട്ടി. ഞാൻ പറഞ്ഞു 120 കേട്ടോ. അപ്പൊ ഇവിടെ നമുക്ക് ഇപ്പൊ പല ആളുകൾക്കും അറിയാത്തൊരു സംഭവം എന്ന് വെച്ചാൽ വേസ്റ്റ് വന്നു, പല ആൾക്കാർ ചെയ്തു. ഇപ്പൊ നമുക്കറിയാം കഴിഞ്ഞ എല്ലാ ദിവസവും നമുക്ക് എല്ലാ ആളുകൾക്കും അറിയുന്നതാണ്, ചെയ്ത ആളുകൾക്ക് ബെനിഫിറ്റ് ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ 10% ഫേസ് ഫണ്ടിൻ്റെത് നമുക്ക് കമ്പനിയുടെ ഓപ്ഷൻ തന്നിരുന്നു. തീരെ അഥവാ ഫുള്ള് കിട്ടിയ ആളുകൾ ഒഴിച്ച് ബാക്കി എല്ലാ ആളുകൾക്കും 10% എന്ത് ചെയ്യാം, അവർക്ക് ഫേസ് 2ലേക്ക് ഫേസ് ഫണ്ടിൽ നിന്ന് എത്രയാണ്. ഉദാഹരണം പറഞ്ഞാൽ ഒരാളുടെ കയ്യിൽ $1000 ഉണ്ടെങ്കിൽ അതിന്റെ 10% $100 എല്ലാ ആഴ്ചയിലും അദ്ദേഹത്തിന് എന്ത് ചെയ്യാം? വിഡ്രോ ചെയ്യാം. അത് നേരെ അപ്പർ സ്റ്റോക്കിനായിട്ട് കിട്ടും. ഇപ്പോഴത്തെ പ്രൈസിൽ റേറ്റ് കൂടുമ്പോൾ അതിനുള്ള എണ്ണം കിട്ടും, കുറയുമ്പോൾ കൂടുതൽ കിട്ടും. എനിവേ അത് നമുക്ക് എന്ത് ചെയ്യാം? ഈ പറഞ്ഞ പോലെ 100% നമുക്ക് എന്ത് ചെയ്യാം? ഫേസ് 2ൽ സ്റ്റേക്ക് ചെയ്യാം. ഓക്കെ. അപ്പൊ ഇവിടെ നമ്മളെ സംബന്ധിച്ചോളം പുതിയൊരാൾ, ഇപ്പൊ നമ്മൾ അരുൺ സാർ തുടക്കത്തിൽ പറഞ്ഞു, ഇന്നിപ്പോ ഏറ്റവും കൂടുതൽ ആളുകൾ വന്നിക്കുന്നത് ഫേസ് 2ൽ പുതിയ ആളുകളാണ്. നമുക്ക് നിലവിലുള്ള പല ആളുകളും എന്താ എനിക്കറിയില്ല, മടിച്ചു നിന്നു, അല്ലെങ്കിൽ എനിക്ക് അതിൽ നിന്ന് കിട്ടട്ടെ കാത്തുന്നു. പക്ഷെ നമുക്കറിയാം നഷ്ടം നമുക്ക് തന്നെയാണ്. കാരണം നമുക്കറിയാലോ ബിസിനസ് ആകുമ്പോൾ, ഇപ്പൊ നമുക്കറിയാം നമ്മളത് കേരളക്കാരാണ്, ഇപ്പൊ മഴ നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ? പ്രളയങ്ങളും അതുപോലെ പല പ്രശ്നങ്ങളും നമ്മളെ നാട്ടിൽ പിടിച്ചു കുലുക്കിയിട്ടുണ്ട് അല്ലെ? പക്ഷെ അവിടെയുള്ള ആളുകൾ വീണ്ടും ജീവിക്കുന്ന എന്തുകൊണ്ടാണ്? അല്ലെങ്കിൽ ബിസിനസ് ആയിക്കോട്ടെ, ജോലി ആയിക്കോട്ടെ, കാരണം അവർക്ക് ഒരു പ്രതീക്ഷ ഉണ്ട്, നാളെ എന്നൊരു പ്രതീക്ഷ. അല്ലാതെ ഇതോടുകൂടി അവസാനിപ്പിച്ചു എന്നുള്ളത് നമുക്കറിയാം. നമ്മുടെ കമ്പനി അപ്പെക്സ് എന്നുള്ള കമ്പനി എനിക്ക് ഏറ്റവും അഭിമാനത്തോടെ പറയുകയാണെന്ന് വെച്ചാൽ എന്തായാലും ഒരു ജീവൻ ഉണ്ട് ഇതിന്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇതിന്റെ CEO ചെറുപ്പക്കാരനായതുകൊണ്ട് മാത്രമല്ല, അദ്ദേഹത്തിന് വലിയ ലക്ഷ്യമുണ്ട്. അദ്ദേഹത്തിന് ഇത് അപ്പൊ നമുക്ക് അറിയുന്ന കാര്യമാണ്. ഈ പറഞ്ഞ പോലെ തന്നെ ഫേസ് 2ൽ കിട്ടുന്ന ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് വെച്ചാൽ, ഒന്ന് ഞാൻ പറഞ്ഞു, ഒന്നുകൂടി പുതിയ ആളുകൾക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്, ഡെയിലി വിഡ്രോ 7 ഡേയ്സ്, ഒരു ദിവസം നമുക്ക് വരുമാനം, ശനി ഞായറില്ല. രണ്ടാമത് ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ക്യാഷ് ആക്കി മാറ്റാം. പക്ഷെ ഒരു ബിസിനസ് ആംഗിളിൽ ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നത് എന്താണെന്ന് ഞാൻ പറഞ്ഞു വരാം. ഓക്കെ. അപ്പൊ ഡെയിലി ROI നമുക്ക് കിട്ടുന്നുള്ള ഏറ്റവും വലിയ ബെനിഫിറ്റ് ആണ്. രണ്ടാമത് ഈ പറഞ്ഞ പോലെ 7 ദിവസം കിട്ടുന്നുള്ളതാണ്. അതായത് ഒരു 30 ദിവസം നിങ്ങൾ എത്ര ഉണ്ടോ അത്ര ദിവസം നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കണം. പിന്നെ ഞാൻ പറഞ്ഞു സെയിം റേറ്റിൽ പോയി നിന്നാൽ പോലും നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് മുടക്ക് മുതൽ, അല്ലെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത പൈസ കിട്ടും. ഇനി സിമ്പിൾ ആയിട്ട് പറയും, ഇപ്പൊ ഞാൻ 2 രൂപയെന്ന് കൂട്ടിക്കോളും, അത് 4 രൂപ ആയി കഴിഞ്ഞാൽ 1.5 മാസം കൊണ്ട് അദ്ദേഹത്തിന് കിട്ടി. ഇനി ഇതൊരു നമ്മളെ സംബന്ധിച്ചിടത്തോളം ഫേസ് 2ൽ നിന്നുകൊണ്ട്, ഇപ്പൊ ഈ പറഞ്ഞ ന്യൂ ഫേസ് 2ൽ നിന്നുകൊണ്ട് ഒരാൾക്ക് ഞാൻ ചെയ്യുന്ന സിസ്റ്റമാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം, എന്റെ ബെനിഫിറ്റ് അനുഭവിക്കുന്നുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് നേരെ എന്ത് ചെയ്യാം? പഴയ ഫേസ് 2, ഈ പുതിയ ഫേസ് 2 പഴയ ഫേസ് 2 ഉള്ള വ്യത്യാസം എത്ര ഉള്ളൂ? ഓൾഡ് ഫേസ് 2 ഒരു സെൻട്രലൈസ്ഡ് സിസ്റ്റം ആണ്, ചില അതോറിറ്റിയുടെ കൺട്രോളാണ്. എല്ലാവർക്കും അറിയാലോ, വാലറ്റ്, ട്രസ്റ്റ് വാലറ്റ് എന്നുള്ള വാലറ്റ് അവിടെ നമ്മൾ ഡിസ്കവറിൽ കയറിയിട്ട് ലിങ്ക് തരുന്നു. അപ്പൊ നമുക്ക് റെഫറൽ ലിങ്ക് ആയിരിക്കാം, ആ ലിങ്കിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനുശേഷം നമുക്ക് അതിനകത്ത് ഒരു സെൻട്രൽ കമ്പനിയുടെ അതോറിറ്റിയോട് കൂടിയിട്ടാണ്, അപ്പെക്സ് എന്ന ഈ കമ്പനിയുടെ അതോറിറ്റിയോട് കൂടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്കറിയാം വലിയ എമൗണ്ട് ഒക്കെ ഉണ്ടെങ്കിൽ, ഇപ്പൊ എല്ലാവർക്കും ഇപ്പൊ മാനുവലാണ് ചെയ്യുന്നത്, കുറച്ചൊക്കെ ഞാൻ മാറും. കാരണം വെച്ചാൽ ഒരു 500 ടോക്കന് മേലെ വിഡ്രോ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? വിഡ്രോവൽ പെട്ടെന്ന് വരുന്നില്ലെങ്കിൽ നമ്മൾ ടെക്നിക്കൽ ടീമിനെ തയ്ക്കി കഴിഞ്ഞാൽ, കാരണം വെച്ചാൽ വേറെ ഒന്നുമില്ല, പല പ്രശ്നങ്ങൾ, ചീറ്റിങ്ങും പലതൊക്കെ നടന്നിട്ടുണ്ട്, അത് വരാതിരിക്കാനാണ് ഇപ്പോൾ അത് ചെയ്യുന്നത്. കുറച്ചൊക്കെ കഴിഞ്ഞാൽ കംപ്ലീറ്റ് മാറും. എനിവേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിൽ നിന്ന് കിട്ടുന്ന ടോക്കൻ ഒന്നുകിലോ നിങ്ങൾക്ക് വീണ്ടും അതിൽ തന്നെ സ്റ്റേക്ക് ചെയ്യാം. ഇനി അതല്ല, നിങ്ങൾക്ക് രണ്ടാമതൊരു ഫേസ് 2 ഇപ്പോൾ റൺ ചെയ്യുന്നുണ്ട്, നമ്മൾ പഴയ ഫേസ് 2 ഞാൻ പറഞ്ഞല്ലോ,
ഒരു 4-5 മാസം അല്ലെങ്കിൽ 5-6 മാസം മുമ്പ് സ്റ്റാർട്ട് ചെയ്ത phase 2. അതാണ് ശരിക്കും ഇതിന്റെ ബെനിഫിറ്റ്. അതും ഇതുമുള്ള വ്യത്യാസങ്ങൾ എന്താണെന്ന് ഒന്ന് പറഞ്ഞുതരാം. ഇത് ഞാൻ പറഞ്ഞു ഒരു സെൻട്രലൈസ്ഡ് അതോറിറ്റിയുടെ കൺട്രോളാണ് അല്ലെ, നമുക്കത് കമ്പനിയുടെ. നേരെ മറിച്ച് മറ്റത് 100% ഡീസെൻട്രലൈസ്ഡ് ആയിട്ടാണ്. അഥവാ ഡീസെൻട്രലൈസ്ഡ് ഒരു അതോറിറ്റി ഇല്ല, നമ്മുടെ കൺട്രോളാണ്. ഇവിടെ നമ്മൾ രണ്ട് ഭാഗത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗ്യം, ട്രസ്റ്റ് വാല്യൂ പുതിയ ആളുകൾക്ക് വേണ്ടി പറയാണ്. നമുക്കറിയാം ഇതിലൊരു 12 വേർഡ്സ് ഉള്ള ഒരു വേർഡ്സ് ഇതിലുള്ള കീ പ്രൈസ് ഉണ്ട്. ഇത് സൂക്ഷിക്കണം, ഇത് നഷ്ടപ്പെടാൻ പാടില്ല. ഇത് നഷ്ടപ്പെട്ട കമ്പനി യാതൊരു ഉത്തരവ്. കാരണം വെച്ചാൽ അത് നഷ്ടപ്പെട്ടു പോയാൽ നമ്മൾ അതിൽ എത്ര ടോക്കൺ അതിലേക്ക് വിഡ്രോ ചെയ്ത് വെച്ചാലും ശരി, നമുക്ക് വീണ്ടും റിക്കവറി എടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല. അഥവാ ആ വാലറ്റ് നമ്മൾ എന്ത് ചെയ്യണം, അതിന്റെ 12 വേർഡ് തെറ്റാതെ എഴുതി വെക്കണം. ഞാൻ ഓർമ്മപ്പെടുത്തുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ ഓൺ റിസ്കിൽ, നമ്മൾ 100% നമ്മുടെ ഓൺ റിസ്ക് അല്ലെങ്കിൽ ഓൺ റിസ്കിലാണ് നമ്മൾ ബിസിനസ് ഉള്ളത്. അപ്പൊ ഇവിടെ തന്നെ ഈ ഡീസെൻട്രലൈസ്ഡ് പ്രത്യേകത നമ്മുടെ 100% നമുക്ക് എന്ത് ചെയ്യും, നമ്മുടെ ഓൺ അസറ്റ് അല്ലെങ്കിൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും മറ്റൊരു കൺട്രോൾ ഉണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞു 6 മാസത്തിന് നിങ്ങളോട് എന്ത് ചെയ്യുന്നു സ്റ്റേക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ, ഇവിടെ നിങ്ങളെ സംബന്ധിച്ചോളം ഒരു കപ്പാസിറ്റി എന്നൊരു സംഭവം ഉണ്ടാക്കി വെച്ചാൽ, ഒണിക്കൽ നോഡ് എന്ന് പറയും, 1 ടൈം ഉണ്ടാക്കി വെച്ചാൽ എത്രയാണോ, ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾ 1000-ന്റെ ഒരു നോഡാണ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്ത് വാലറ്റിൽ 1000 അപ്പർ സ്റ്റോക്കിന് എന്നും കീപ്പ് ചെയ്താൽ മതി. എത്ര കാലം നിങ്ങൾ കീപ്പ് ചെയ്യുന്നോ ആ നോഡിന്റെ കപ്പാസിറ്റി കൺസിഡർ അതിന്റെ 2 to 5% ആണ്. ഇപ്പൊ 2% ഷുവർ ആയിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അവിടെ നമ്മൾക്ക് നല്ല പ്രത്യേകം എന്ന് വെച്ചാൽ, ഇപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു ബുദ്ധിമുട്ട് വന്നാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നോഡ് അവിടെ ഉണ്ടാവും. നിങ്ങൾ നോഡ് എന്നാണോ നിങ്ങൾ അതിലേക്ക് വീണ്ടും വാലറ്റിയെ കൊണ്ടുവരുന്ന ആ സമയത്ത് വീണ്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, വരുമാനം കിട്ടും. ഉദാഹരണം പറഞ്ഞാൽ ഒരു 10,000 നോഡ് ക്രിയേറ്റ് ചെയ്ത് നോക്കിക്കോളൂ. 10,000 നോഡ് ക്രിയേറ്റ് ചെയ്ത ആൾ 10,000 അതേ സെയിം വാലറ്റിൽ, അദ്ദേഹത്തിന്റെ ട്രസ്റ്റ് വാലറ്റിൽ ഹോം പേജിൽ അദ്ദേഹം സൂക്ഷിക്കുകയാണ്. അദ്ദേഹത്തിന് ശേഷം ഒരു ദിവസം പെട്ടെന്ന് ഒരു 5,000 ടോക്കൺ വിൽക്കേണ്ടി വന്നു, അല്ലെങ്കിൽ ബുദ്ധിമുട്ട് വന്നു, വിറ്റു. ഓക്കെ, ആ ബാക്കി അദ്ദേഹത്തിന് പിറ്റേ ദിവസം അദ്ദേഹത്തിന് ROI വരുന്നത് അവിടെ 5,000-ന്റെ വരുള്ളൂ. ഒരിക്കലും 10,000-ന്റെ നോഡ് വരില്ല. കാരണം എന്താ വെച്ചാൽ അവിടെ നിങ്ങളുടെ വാറ്റ് സൂക്ഷിക്കുന്നത് 10,000. ഇനി ശ്രദ്ധിക്കുക, നിങ്ങൾ 15,000 ചെയ്തു, നിങ്ങൾ 10,000-ന്റെ നോഡുള്ളെങ്കിൽ അവിടെ 10,000-ന്റെ 2% നിങ്ങൾക്ക് വരുള്ളൂ. നിങ്ങൾ കൂടുതൽ വാറ്റിലുണ്ട് എന്ന് കരുതിയിട്ട് കൂടുതൽ വരില്ല. അവിടെ കപ്പാസിറ്റിക്ക് അഥവാ നോഡിനുള്ള തത്തുല്യമായിട്ട്, നമുക്ക് ഒരിക്കൽ പറഞ്ഞതാണെങ്കിൽ ഓർമ്മിപ്പിക്കുകയാണ്, തത്തുല്യമായിട്ടുള്ള ടോക്കൺ നിങ്ങൾ വാറ്റ് സൂക്ഷിക്കുന്നിടത്തോളം കാലം നിങ്ങൾക്ക് അവിടെയുള്ള വ്യത്യാസം ഞാൻ പറഞ്ഞല്ലോ. മറ്റൊരു അതോറിറ്റിയുടെ കീഴിലാണ് നിങ്ങൾ സ്റ്റേക്ക് ചെയ്തെങ്കിൽ ഇവിടെ നിങ്ങളുടെ കൺട്രോളിലാണ് 100% സ്റ്റേക്ക് ചെയ്തിരുന്നത്. അത്രേ ഉള്ളൂ. അപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഒരാൾ 10,000 അപ്പർ ടോക്കൺ ചെയ്തു. ബെനിഫിറ്റ് ശ്രദ്ധിച്ചോളൂ, നിങ്ങൾ പുതിയതിന് കിട്ടുന്ന ഒരിക്കലും നിങ്ങൾ സെല്ല് ചെയ്യാതെ, ഞാൻ വേറെ ഒന്നുകൊണ്ടല്ല, നമുക്കറിയാം നമ്മൾ ബിസിനസ് ആംഗിളിലാണ് ഞാൻ ഇപ്പൊ സംസാരിക്കുന്നത്, വേറൊന്നും നിങ്ങൾ ഇതാക്കേണ്ട. ബിസിനസ് ആംഗിൾ എടുക്കുന്ന ഒരാളെ സംബന്ധിച്ചോളം ഏതൊരു ബിസിനസ്സും 2 to 5 years ആണ് അതിന്റെ സക്സസ് ഗ്രോത്ത്. പക്ഷെ ഞാൻ അത്ര ഒന്നും പറയുന്നില്ല. നിങ്ങൾ ഒരു 6 മാസമെങ്കിലും നിങ്ങളെ phase 2 നിങ്ങൾ ഈ ബെനിഫിറ്റ് കിട്ടുന്നത്, ഞാൻ പറഞ്ഞല്ലോ ഇതിന് കിട്ടുന്ന ബെനിഫിറ്റ് ഒന്നുകിൽ അവിടെ നിങ്ങൾ ചെയ്യാം, അല്ലെങ്കിൽ പഴയ phase 2 വാലറ്റ് നിങ്ങൾക്ക് അതേ ഒറ്റ ട്രസ്റ്റ് വാലറ്റ് തന്നെ മതി. അതിന് നിങ്ങൾ എന്ത് ചെയ്ത് ഹോൾഡ് ചെയ്ത് കപ്പാസിറ്റി ഉണ്ടാക്കി അതിന് വേറെ ലിങ്കാണ് ചെയ്ത് കഴിഞ്ഞാൽ 10,000 അപ്പർ സ്റ്റോക്കൺ ചെയ്താൽ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഡെയിലി അദ്ദേഹത്തിന് കിട്ടുന്ന ബെനിഫിറ്റ് എന്ന് വെച്ചാൽ നമുക്കൊക്കെ അറിയാം, 10,000 ടോക്കൺ നോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ 2% എന്ന് പറഞ്ഞാൽ 200 ടോക്കൺ കിട്ടും. 200 ടോക്കൺ 30 ദിവസം കിട്ടുമ്പോൾ, ഞാൻ പറഞ്ഞു മറ്റെവിടത്ത് വരുന്നുണ്ട് phase 2 പഴയ phase 2 6,000 ടോക്കൺ ആയി. സെയിം റേറ്റ് തന്നെ നിന്നാൽ തന്നെ 12,000 രൂപ ആയി. ഒരിക്കലും നമുക്കറിയാം, ഒരിക്കലും സെയിം റേറ്റ് തന്നെ നിൽക്കുന്നില്ല, അത് മാറ്റങ്ങൾ വരാം. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞു 3 മാസം കൊണ്ട് കിട്ടുന്നത് അവിടെ വീണ്ടും മുടക്കുമുതൽ ഒന്നും കൂടി സമയം കുറഞ്ഞു വെച്ചാൽ മാക്സിമം പോയാൽ എന്റെ ഒരു ആവറേജ് ഞാൻ പറയുന്നത് 1 മാസം കൊണ്ട് തന്നെ അദ്ദേഹത്തിന് മുടക്കുമുതൽ കിട്ടുന്ന രൂപത്തിലുള്ള ഏറ്റവും ബ്യൂട്ടിഫുൾ ഇന്ന് ലോകത്ത് എനിക്ക് തോന്നുന്നില്ല ഇതുപോലത്തെ ഒരു പ്ലാൻ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ പലതും സെർച്ച് ചെയ്തിട്ടുണ്ട്. ഏകദേശം ക്രിപ്റ്റോ മേഖലയിൽ 3-4 വർഷത്തെ പരിചയം ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ പറയുന്നു, ട്രേഡ് ചെയ്യുന്നുണ്ട്, നല്ല നല്ല കറൻസികൾ വാങ്ങി വെക്കാറുണ്ട്, ഹോൾഡ് ചെയ്യാറുണ്ട്, സ്റ്റേക്ക് ചെയ്യാറൊക്കെ ചെയ്യാറുണ്ട്. അതിനൊക്കെ ഉള്ള ബെനിഫിറ്റുകൾ വ്യത്യാസം ഞാൻ പറഞ്ഞു വെച്ചാൽ അവിടെയൊക്കെ ഇല്ലാതെ സംബന്ധിച്ചോളം ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞു, ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കൊരു CEO ഉണ്ട്, അത് നമുക്ക് ലൈവാണ്. രണ്ടാമത്തെ നമുക്ക് അതോറിറ്റി നമുക്ക് ലൈവാണ്, അതൊരു വലിയ പോസിറ്റീവാണ്. രണ്ടാമത്തെ പറഞ്ഞ പോലെ ലിസ്റ്റ് ചെയ്ത ഒരു കറൻസിയാണ്. മൂന്നാമത് നമുക്ക് സംബന്ധിച്ചോളം ഈ ഒരു പറഞ്ഞ 7 ദിവസം കിട്ടുന്നുണ്ടെന്നാണ്. ഇപ്പൊ 2-ലാണെങ്കിൽ 7 ദിവസം കിട്ടുന്നുണ്ടാണ്. അപ്പൊ ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ ഞാനിത് പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്റെ കൂടെ നിങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ കൂടെ നമുക്കറിയാലോ, ഏതൊരു സംഭവത്തിൽ നമ്മൾ ഒരുമിച്ച് നിന്നാലാണ് അതിന് ഗ്രോത്ത് ഉണ്ടാവുള്ളൂ. ഏതൊരു സംഭവത്തിൽ നമ്മളൊക്കെ ഉദ്ദേശം ഇതൊരു $1 അല്ലെങ്കിൽ $0.5 ആയി കിട്ടിയാൽ എന്ന് ചിന്തിക്കുന്ന ആൾക്കാർ ആവണമെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ ഒരുമിച്ച് തന്നെ തുഴയണം. ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, കുറെ ആൾക്കാർ അവിടെ നിന്ന് തള്ളി, കുറെ ഇവിടെ നിന്ന് തള്ളി, അല്ലെങ്കിൽ ഞാൻ വിറ്റാൽ ഇപ്പൊ എന്താ സംഭവിക്കാൻ പോണ്. നമുക്കറിയാം ഏതൊരു കറൻസിക്കും ഇപ്പൊ ഡംപിങ് എന്താ പറയുക, ഒന്നിച്ച് കൊണ്ടുപോയിട്ട് മാർക്കറ്റ് കൊണ്ടുപോയി സ്വാഭാവികമായിട്ടും കുറയും അല്ലെ. എല്ലാവർക്കും ട്രേഡ് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ അറിയാം. ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ തന്നെ നശിപ്പിക്കുകയാണ്.
അത് ഇല്ലാതിരിക്കണമെങ്കിൽ ഞാൻ ഇത്രേ പറയുന്നു, കൂടുതൽ സമയം നിങ്ങൾ ഹോൾഡ് ചെയ്യുന്നില്ല. മിനിമം ഒരു 3 മാസമെങ്കിലും നിങ്ങൾ ഒരു കറൻസി പോലും ഞാൻ പറഞ്ഞ നമുക്ക് ഇതിൽ നിൽക്കുന്ന 1000 ആളുകൾക്കും ഒരു വരുമാന മാർഗം ഉണ്ടാവും. എന്തെങ്കിലും ജോലി ഇല്ലാത്ത ഒരാൾക്ക് ഇതിൽ വന്നിട്ട് ചെയ്യൂല. ഇനി അങ്ങനെ അത്ര ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കുറച്ചൊക്കെ സെല്ല്. ഞാൻ അത്രയും പറയാൻ കാരണം ബിസിനസ് ആംഗിളിൽ ട്രഡീഷണൽ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരോട് അറിയാൻ പറ്റും. ഒരിക്കലും അവരെന്ത് ചെയ്യൂല, അവര് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട് മുടക്ക് മുതലും അതിൽ നിന്ന് കിട്ടുന്ന കൂടി കൊണ്ട് ലാഭം എടുത്തുകാണ്ട് എന്ത് ചെയ്യില്ല, ഒരിക്കലും അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി ചെലവാക്കില്ല. അവര് അവിടെ റീ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഏതൊരു ബിസിനസ് അതാണ്. ഇവിടെ ഞാൻ പറഞ്ഞു റീ ഇൻവെസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് ചെയ്യുമ്പോൾ അതിന് കൂടുതൽ ബെനിഫിറ്റാണ് കിട്ടുന്നത്. നിങ്ങൾക്ക് മാർക്കറ്റിൽ നമുക്ക് കടം പോകെ ടെൻഷനോ റിസ്കോ ഒന്നുമില്ല. ഇവിടെ നിങ്ങൾ എല്ലാവരും ഈ പറഞ്ഞ പോലെ മിനിമം ഞാൻ പറഞ്ഞു 3 മുതൽ 6 മാസമെങ്കിലും ഹോൾഡ് ചെയ്യണമെന്ന് ഞാൻ പറയുള്ളൂ. ഇനി 3 മാസമെങ്കിലും ഹോൾഡ് ചെയ്യാൻ നിങ്ങൾ ശ്രമിച്ചു നോക്കിയാൽ ഇന്ന് നിൽക്കുന്നതിന്റെ ഞാൻ ഗ്യാരണ്ടി തരാം, ഇന്ന് നിൽക്കുന്നതിന്റെ ഉറപ്പാണ് പറഞ്ഞത് ഒരു 10 ഇരട്ടി വില കൂടി ഉണ്ടാവും. ഞാൻ ഗ്യാരണ്ടി തരാം. ഇതെന്ന് പറയാൻ കാരണം വെച്ചാല് നമുക്കൊക്കെ അറിയാലോ. അപ്പൊ ഞാനൊരു ഗ്രാഫ് വരച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഇതിൽ സ്ലൈഡ് കാണിക്കാത്തത് സമയം കളയണ്ട, നമുക്ക് പ്രതീക്ഷിക്കുന്നത് സാറുടെ ഇത് ആൾക്കാരാണെങ്കിൽ ഞാൻ ഗ്രാഫ് വരച്ചു വെച്ചിട്ട് അസറ്റ് അല്ലെ, നമുക്കറിയാം ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് വെൽത്തും അസറ്റുള്ള ഡിഫറൻറ്റ്. ഞാൻ എല്ലാ മീറ്റിങ്ങിലും പറയുന്നതാണ്. വെൽത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് സമ്പത്തിലെ നമുക്ക് കൂലിപ്പണി എടുത്തിട്ട് പൈസ ഉണ്ടാക്കാം, ശമ്പളം വാങ്ങുന്ന ആൾക്കാരുണ്ട്. അസറ്റ് എന്ന് പറഞ്ഞത് അതിൽ നിന്ന് കിട്ടുന്ന മിച്ചം നമ്മൾ മാറ്റി വെക്കുക. ഇപ്പൊ സ്വർണ്ണം ആയിക്കോട്ടെ, ബാങ്ക് ഡെപ്പോസിറ്റ് ആയിക്കോട്ടെ, ഭൂമി ആയിക്കോട്ടെ, ഇതൊക്കെ അസറ്റുകളാണ്. ഇന്ന് ലോകത്ത് നിങ്ങൾക്ക് എല്ലാ ആളുകൾക്കും അറിയാം, ഗൂഗിളിന്റെയും ആമസോണിനൊക്കെ ബ്രേക്ക് ചെയ്തുകൊണ്ട് ബിറ്റ് കോയിൻ എന്നുള്ള ലോകത്തെ ഏറ്റവും വലിയ അസറ്റായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ലോകത്ത് എനിക്ക് തോന്നുന്നു 4-5 സ്ഥാനത്തിലേക്കൊക്കെ അസറ്റ് മാറിക്കഴിഞ്ഞു. ഒരു തന്തയില്ലാത്ത സാധനം, അങ്ങനെ തന്നെ ഞാൻ പറയുള്ളൂ. തന്തയില്ലാത്തൊരു പ്രൊജക്ട് അല്ലെ, ഡീസെൻട്രലൈസ്ഡ് എല്ലാവരും പറയുന്നുണ്ട്. അതുപോലെ ബ്ലോക്ക് ചെയിൻ എല്ലാവർക്കും അറിയാം അല്ലെ, ആരോ ക്രിയേറ്റ് ചെയ്തെന്ന് ഇന്ന് വരെ. കാരണം ഇപ്പൊ നമുക്കറിയാലോ ബിറ്റ് കോയിന്റെ ഡെവലപ്പർ എല്ലാ ആളുകൾക്കും ആരെയും കണ്ടിട്ടുണ്ട്, ഒരു ഫോട്ടോ പോലും ലോകത്ത് കാണാനില്ല. എന്നിട്ട് പോലും ഒരു തന്തയില്ലാത്തൊരു സാധനം ഇത്ര ലോകത്ത് വലിയ മിറാക്കിൾ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാത്തിലുള്ളത്, നമുക്ക് കമ്മ്യൂണിറ്റി ഉണ്ട്, പ്രൊജക്ട് ഉണ്ട്, ഇനി വരാൻ വേണ്ടി യൂട്ടിലിറ്റി, ഇതിനെ പറ്റി സാറ് പറയും. ഇതൊക്കെ ഉണ്ടായിക്കൊണ്ട് നമ്മൾ ഉള്ള കമ്മ്യൂണിറ്റി ഒരു സ്ട്രോങ് ആയിട്ട് നമ്മൾ ഒരിക്കലും 100-200 ആക്കാൻ നോക്കാതെ നമ്മൾ എന്ത് ചെയ്യണില്ല, നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മൾ പ്രോബ്ലംസിന്റെ പിന്നാലെ പോകണം, അത് മാറുക. അപ്പൊ അസറ്റ് ഇത്രേ ഉള്ളൂ. ഏതൊരു അസറ്റ് ലോകത്ത് നമുക്കറിയാം, ബിറ്റ് കോയിൻ ആയി പറഞ്ഞ അസറ്റൊക്കെ 2 മുതൽ 5 വർഷം വരെ ഹോൾഡ് ചെയ്യുമ്പോഴാണ് അസറ്റിന്റെ വാല്യൂ റിസൾട്ട് വരാൻ പോകുന്നത്. അത് നിങ്ങൾ അസറ്റ് കീപ്പ് ചെയ്യണ ഗോൾഡ് തന്നെ എനിക്കറിയാം. 10,000 രൂപ ഉള്ള സമയത്ത് എന്റെ അറിയപ്പെട്ടൊരു വ്യക്തി 35 പവൻ സ്വർണം 10,000 റെക്കോർഡ് വില എന്ന് പത്രത്തിൽ അന്ന് ഹെഡിങ് വന്നപ്പോൾ മനോരമ പേജിൽ ഫ്രണ്ട് പേജിൽ വന്നപ്പോൾ വിറ്റ് ക്യാഷ് ആക്കി. ഒരു ആവശ്യമില്ല. ഇന്നിപ്പോ അവരുടെ അവസ്ഥ എന്താണ്, എന്തിനെ വിറ്റെന്ന് അവർക്കും അറിയില്ല. കാരണം ഇത് നാളെ കൂടി കുറയുന്നോ, ഇനി കള്ളനെ പേടിച്ചിട്ടൊന്നും എനിക്കറിയില്ല. അതോടെ ഞാൻ പറഞ്ഞത്, നമ്മൾ മലയാളികളെ സംബന്ധിച്ചോളം ഒരു ഫ്യൂച്ചർ കാണില്ല. നമ്മളൊക്കെ പറയും, ഞാനടക്കട്ടെ ഞാൻ പറയുന്നത്, നമുക്കൊക്കെ എന്താ വെച്ചാൽ നമ്മൾ അപ്പത്തെ പ്രസന്റ് പ്രോബ്ലത്തിന് നമ്മൾ സൊല്യൂഷൻ ഉണ്ടാക്കും. ഇവിടെ ഞാൻ നിങ്ങളോട് പറഞ്ഞത്രേ ഉള്ളൂ. ഒരു ഗ്രാഫ് ഞാൻ പറഞ്ഞു. ഈ ഗ്രാഫിന്റെ പ്രത്യേകത എന്താ വെച്ചാല് നിങ്ങൾക്കൊക്കെ അറിയായിരിക്കും, ഡോജ് കോയിൻ അല്ലെ, എല്ലാവർക്കും അറിയുന്നതാണ്. ഞാൻ 2 വർഷം മുമ്പത്തെ കഥ പറഞ്ഞു. ഇപ്പൊ ഞാനടക്കം നമ്മളൊക്കെ കഴിഞ്ഞ 2 വർഷം നമ്മുടെ സാമ്പത്തികം എന്തായിരുന്നു, ഇതേ പോക്ക് പോയാൽ അടുത്ത 2 വർഷം എന്താവും നമുക്കൊക്കെ ഒന്ന് അനലൈസ് ചെയ്യാൻ പറ്റും. ഞാൻ കൂടുതൽ ഇതൊന്നും ഉണ്ടാക്കുന്നില്ല. ഇപ്പൊ 2023 നമ്മുടെ മുമ്പിൽ വന്ന സംഭവമാണ്. 2 വർഷം മുമ്പ് ഡോജ് കോയിൻ വെറും 6 സെന്റ് ഉണ്ടായിരുന്നുള്ളൂ. എല്ലാവർക്കും ഗ്രാഫ് ശേഖരം നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ട്രസ്റ്റ് വാലറ്റ് തന്നെ നിങ്ങൾ അതിൽ മാനേജ് ക്രിപ്റ്റോയിൽ നിങ്ങൾ ഈ പറഞ്ഞ ഡോജ് അടിച്ചിട്ട് അതിലുണ്ട് താഴെ ഉണ്ടാവും, നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. അതിന്റെ ഗ്രാഫ് ഹോളോ അല്ലെങ്കിൽ 1 ഇയറോ 2 ഇയറോ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കാണാൻ പറ്റും. അതിൽ പറയുന്നുണ്ട്, ഒന്ന് ആലോചിച്ച് നോക്ക്. 6 സെന്റുള്ള സാധനം ഇന്നത്തെ എത്രയാണ്, 24 സെന്റ് കടന്നു അല്ലെ, നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. ഇനി പോളിഗൺ എന്ന സാധനം പോളിഗൺ മാറ്റിക് 92 സെന്റിൽ ഉണ്ടായിരുന്നു, വില കൂടിയ സമയം പറഞ്ഞിട്ട്. ആ സാധനം 25 സെന്റ് ഉള്ളൂ. ഇതാണ് ക്രിപ്റ്റോ എന്നുള്ള വേരിയേഷൻ വരും എന്ന് കരുതിയിട്ട് 25 സെന്റ് ആൾക്കാർ കൂടി വിറ്റ് ഒഴിവാക്കാൻ നോക്കൂല. അവരെന്ത് ചെയ്യും, ഇനി അവർക്ക് ചെയ്യാൻ കാത്തു നിൽക്കും. കാരണം ഒരുപാട് പ്രൊജക്ട് 300-ലധികം പ്രൊജക്റ്റിൽ ഉള്ള ഒരു സാധനമാണ്. ഇനി ബിറ്റ് കോയിന്റെ കഥ നിങ്ങൾക്ക് അറിയാലോ. 2 വർഷം മുമ്പ് ഈ പറഞ്ഞ പോലെ ഗോൾഡിന്റെ കാര്യം പറഞ്ഞ പോലെ $20,000 കഴിഞ്ഞ മെയ്യിലാണ് പറഞ്ഞത്. $20,000 ഉണ്ടായിരുന്ന സാധനം അത് അന്ന് ഏറ്റവും കൂടുതൽ സെല്ലിങ് വർഷമല്ല. ബിറ്റ്കോയിന് ഒരു സമയത്ത് വില കൂടി കുറഞ്ഞ് പിന്നെ കയറിയപ്പോൾ ആളുകൾ ഏറ്റവും സെല് ചെയ്ത വർഷമാണ്. ആ സാധനം ഇന്നത്തെ റേറ്റ് നിങ്ങൾക്ക് പറയേണ്ട ആവശ്യമില്ലല്ലോ, 1 കോടി രൂപകൾ അല്ലെ, അതായത് $1,10,000 കടന്നു കഴിഞ്ഞു. ഒന്ന് ആലോചിച്ച് നോക്കണേ, കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് അതിന്റെ റേറ്റ് എത്രയായിരുന്നു? $65,000-$60,000 വരെ എത്തിയിരുന്നു. ഞാൻ ഇത്രേ പറയുന്നുള്ളൂ. ഇതിൽ ബിസിനസ് ഉണ്ടെങ്കിൽ ആലോചിച്ച് നോക്കുക. ഒരു 60 ലക്ഷം രൂപ നിങ്ങളുടെ നാട്ടിലെ ബിൽഡിങ്ങിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഒരു മാസം കൊണ്ട് 35 ലക്ഷം ലാഭം കിട്ടുന്ന എന്ത് പരിപാടിയുള്ളത് നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഞാൻ അത്രേ പറയുന്നുള്ളൂ. ഇനി എത്തേറിയം നമുക്കറിയാം, ഈതർ എന്ന കറൻസിലെ
$1600. ഞാൻ പറയാൻ 2 വർഷം മുമ്പത്തെ കഥ. ഇന്ന് $2600 കടന്നു. ഒരിക്കൽ $3500 കടന്നിട്ടുണ്ട്. BNB നമുക്കറിയാം, നമ്മൾ ഉപയോഗിക്കുന്ന ഗ്യാസ് പേ ആയിട്ട് യൂസ് ചെയ്യുന്ന സാധനം $200 ആയിരുന്നു. ഇന്ന് $685 കടന്നു. സൊളാന അല്ലെ, നിങ്ങൾക്കറിയാം വലിയ ബ്ലോക്ക് ചെയിൻ ആണ്. $20 ആയിരുന്നു. ഇന്ന് $180. ഞാൻ ഇത്രയും പറയാം, ഇഷ്ടംപോലെ കറൻസി ഉണ്ട്. ഞാൻ ടോപ്പ് 10 വരുന്ന, അല്ലെങ്കിൽ ആ ഒരു കറൻസിയിൽ വരുന്ന ടോപ്പ് 100 വരുന്ന, അങ്ങനെ പറയാം, വരുന്ന കറൻസികളെ പറ്റി. ഇതിൽ ഒരുപാട് കറൻസികൾ ഇനിയുണ്ട്. ഇവരൊന്നും ഈ പറഞ്ഞ പോലെ ഇന്ന് ബിറ്റ്കോയിന് ഈ പറഞ്ഞ പോലെ 2020 വിറ്റ ഒരാള് ആത്മഹത്യ ചെയ്തിട്ടുണ്ടാവില്ല. അതൊരിക്കലും ജീവിച്ചിരിപ്പുണ്ടാവും. 2023 വിറ്റ്. കാരണം അദ്ദേഹം ചിന്തിക്കുന്നുണ്ടാവും ഞാൻ ചെയ്ത അബദ്ധമാണ്. പക്ഷെ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ചെറിയ പൈസക്ക് വാങ്ങുകയാണെങ്കിൽ ടെൻഷൻ ഇല്ല. പക്ഷെ അവിടെ എന്താന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് ലോകത്ത് അറിയപ്പെടുന്ന എക്കണോമിസ്റ്റുകളൊക്കെ പ്രവചനം വന്നു കഴിഞ്ഞു. 2025 ഡിസംബറോട് കൂടിയിട്ട് ലോകത്ത് ക്രിപ്റ്റോയിൽ തന്നെ വലിയ റെവല്യൂഷൻ വരാൻ പോകും. ഇപ്പൊ നമുക്കറിയാം, കഴിഞ്ഞ ദിവസം വീഡിയോ കണ്ടിട്ടുണ്ടാവും, ട്രംപ് ദുബായിൽ വലിയൊരു ബിൽഡിങ്ങിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതും, അത് കംപ്ലീറ്റ് ചാനലൊക്കെ വന്നിരുന്നു. ക്രിപ്റ്റോ ആണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. നമ്മുടെ കയ്യിലുള്ള സാധനം തന്നെയാണ് ക്രിപ്റ്റോ എന്ന് പറഞ്ഞാൽ. ഒക്കെ ബിറ്റ്കോയിൻ പുതിയ ആളുകൾക്ക് വേണ്ടി പറയാണ്, നിങ്ങൾ അപ്പക്സ് കൊടുത്തിട്ട് ബിറ്റ്കോയിൻ വാങ്ങട്ടോ. അല്ലാതെ ബിറ്റ്കോയിൻ തന്നെ വേറൊരു കറൻസി ആയിട്ട് ഇപ്പൊ അപ്പക്സ് ആയിട്ട്, അതാണ് ഇതിന്റെ ഏറ്റവും വലിയ ബ്യൂട്ടി. നിങ്ങൾക്ക് ഏതാണോ ആ ബ്ലോക്ക് ചെയിൻ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് USDT ഇതാക്കി കൺവേർട്ട് ചെയ്ത് ബിറ്റ്കോയിനും ഈ പറഞ്ഞ പോലെ തന്നെ ഈ പറഞ്ഞ കറൻസികളൊക്കെ നിങ്ങൾക്ക് വാങ്ങിക്കൊണ്ടേ. അപ്പൊ ഞാൻ അത് പറയാൻ കാരണം വെച്ചാൽ, ഇനി നമ്മുടെ അപ്പക്സിന്റെ ഹിസ്റ്ററിയിലേക്ക് പോകാം. നമ്മുടെ മദർ കറൻസി അല്ലെ, നമ്മുടെ അസറ്റ്. ഫെബ്രുവരിയിൽ, അഥവാ ഈ വർഷത്തെ കഥ ഞാൻ പറഞ്ഞത്, 30 സെന്റ്. നമുക്കൊക്കെ അറിയാം അല്ലെ, അവിടെ വരെ നമുക്കറിയാം, നേരത്തെ റേറ്റ് ഒക്കെ പറയും. എന്നാൽ ഒക്ടോബറിലോ, കഴിഞ്ഞ വർഷത്തെ കഥ പറഞ്ഞത്, 69 സെന്റ് വരെ എത്തിയിട്ടുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കണം. ഞാനും നിങ്ങളും ശരിയായ രീതിയിൽ പർച്ചേസ് ചെയ്ത് പോയിട്ടില്ല. ഇല്ല, എനിക്കറിയാം. നമ്മൾ ആരും വാങ്ങാതെ, അത് പല ആൾക്കാരിനോട് ചോദിക്കും, നമ്മളൊക്കെ വാങ്ങാതെ ഇങ്ങനെ വരും. തീർച്ചയായിട്ടും വില കൂടി. കാരണം അവിടെ പല എക്സ്ചേഞ്ച് ലിസ്റ്റ് ചെയ്തപ്പോൾ അവിടെയുള്ള കമ്മ്യൂണിറ്റി, അല്ലെങ്കിൽ ഈ പറഞ്ഞ ട്രേഡ് ചെയ്യുന്ന ആളുകൾ അത് വാങ്ങി ഹോൾഡ് ചെയ്തു. അവർ ട്രേഡ് ചെയ്യുന്നുണ്ട്, പക്ഷെ സെല്ലിങ് എല്ലാവർക്കും. നമ്മൾ വന്നതോട് കൂടിയിട്ട് എന്ത് ചെയ്യും? സത്യം ഞാൻ പറയുന്നത്, നമ്മളെ കമ്മ്യൂണിറ്റി വന്നതോട് കൂടിയിട്ട് കംപ്ലീറ്റ് കൊണ്ടുപോയിട്ട് എത്ര കിട്ടിയാലും വേണ്ടില്ല. കാരണം നമ്മൾ മാർക്കറ്റിൽ നെഗറ്റീവിന്റെ പിന്നാലെ പോകണം. ഇന്നും ബിറ്റ്കോയിൻ നെഗറ്റീവ് പറയുന്ന ആൾക്കാരുണ്ട്. ഇല്ല, ഇഷ്ടം പോലെ. എന്തുകൊണ്ട്? അവരുടെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടല്ലേ. ഉള്ള ഒരാൾ പറയോ, നിങ്ങളെ കയ്യിൽ ഇപ്പൊ 2 ബിറ്റ്കോയിൻ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായിരിക്കും പറിച്ചത്? നിങ്ങൾ പറഞ്ഞു നടക്കോ? ഇല്ല. ഞാൻ പറഞ്ഞു വെച്ചാല്, കറൻസി അസറ്റുകൾ ഉണ്ടാക്കി, അല്ലെങ്കിൽ അതിന്റെ ഫ്രൂട്ട്സ് എൻജോയ് ചെയ്ത ആൾക്കാർ ഒരിക്കലും പുഞ്ചിരിച്ച് ഇങ്ങനെ നിൽക്കുള്ളൂ. മറ്റുള്ള നെഗറ്റീവ് പറയുമ്പോൾ ഇല്ലാത്ത ഒരാളെ ശരി തന്നെ കേട്ടാ, അത് തട്ടിപ്പാണ്, കൈ കിട്ടാത്ത മുതൽ, ഇങ്ങനെ പലതും പറയും. ഇനി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞാൽ പോകുന്നത്, ഇപ്പൊ ഇത്ര ഞാൻ സമയം കളഞ്ഞത് എടുത്തത് വേറൊന്നല്ല, ഈ ഫേസ് 2ന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലായിട്ടുണ്ടാവും. ഞാൻ നിങ്ങളോട് വീണ്ടും എന്റെ സുഹൃത്തുക്കളോട് ഞാൻ പറഞ്ഞു, ഞാൻ കമ്പനിയുടെ ആരുമല്ല, നിങ്ങളെ പോലെ തന്നെ വന്ന 8-9 മാസം മുമ്പ് വന്നൊരു വ്യക്തിയാണ്. എന്നെ ഈ ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ഫാറൂഖ് എന്ന വ്യക്തിയാണ്. അദ്ദേഹം വഴി വന്നു. അന്ന് വെറും $100 ഇൻവെസ്റ്റ് ചെയ്തു. ഇതിൽ വന്ന വ്യക്തിയാണ് ഞാൻ. എന്റെ ഓൺ റിസ്കിലാണ് ഈ ബിസിനസ് ഏറ്റെടുക്കുന്നത്. എനിക്ക് ആരോടും പരാതി പരിഭവമില്ല. ഞാൻ പറയുന്നത്, കാരണം ഞാൻ പറഞ്ഞ ട്രഡീഷണൽ ബിസിനസ് ചെയ്തിട്ട് ഒരുപാട് പരാജയപ്പെട്ടിട്ടുണ്ട്, ഒരുപാട് നഷ്ടങ്ങൾ വന്നിട്ടുണ്ട്. അവിടെ നിന്നൊക്കെ നമ്മൾ പൊങ്ങി വന്നിട്ടുണ്ട്. കാരണം നമുക്കറിയാം, ഇപ്പൊ നമുക്കറിയാം, 10 ലക്ഷം രൂപ നിങ്ങളുടെ മാർക്കറ്റിൽ ഒരു ബിസിനസ് തുടങ്ങി, എന്ത് പരിചയമുള്ള ബിസിനസ് ആയിക്കോട്ടെ, നാളെ അത് പൊട്ടിപ്പാളീശായി നിങ്ങൾ ആരോട് പോയി പരാതി പറയും? ഇവിടെ നമ്മളെ സംശയം, നമ്മളെ കമ്പനി ഉണ്ട്, ബിസിനസ് ഉണ്ട്, ഒക്കെ ഉണ്ട്, വരുമാനം ഉണ്ട്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വ്യക്തിയെ ഈ ഒരു ഗ്രാഫ് മനസ്സിലായി. അദ്ദേഹം പറഞ്ഞു 1,20,000 രൂപ. ഇന്നിപ്പോ നമുക്കറിയാം, നമ്മളെ കമ്പനിയുടെ ഏറ്റവും വലിയ പ്ലാനാണ് 60K അല്ലെ, ഫേസ് 2 വന്നാണ്. 60K 60,000. ഇന്ന് 60,000 ടോക്കൺ ഇന്ന് വാങ്ങാൻ 2 രൂപയ്ക്ക് കൂട്ടുകയാണെങ്കിൽ തന്നെ ഏകദേശം നമുക്ക് വരുന്നത് 1,20,000 ആണ്. നിങ്ങൾ ശ്രദ്ധിച്ചോളൂ, ബിസിനസ് ആയിട്ട് ഞാൻ പറഞ്ഞില്ല, അതൊരു സാധാരണ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് 1,20,000 മുടക്കുന്ന ഒരാളെ നിങ്ങൾ ചേർത്താനോ പിടിക്കാനോ ഒന്നും പോണ്ട. നിങ്ങളുടെ അസറ്റ് നിങ്ങൾ സൂക്ഷിക്കുമ്പോൾ ഇന്ന് 682 കോയിൻ ദിവസം കിട്ടും. 682 ഇൻറ്റു 2 രൂപ വെച്ച് കൂട്ടിക്കോളും. 1,364 രൂപ നിങ്ങൾക്ക് ഡെയിലി കിട്ടുന്നുണ്ട്. നിങ്ങളത് ഒരു 30 ദിവസം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 40,920 3 മാസം കൊണ്ട് നിങ്ങൾ ഇതേ റേറ്റ് നിൽക്കുകയാണെങ്കിൽ നിങ്ങളെ അസറ്റിന്റെ വാല്യൂ നോക്കി. ഞങ്ങൾ പറഞ്ഞല്ലോ, ഇവിടെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം. ആ സാധനം നിങ്ങൾ 3 മാസം ഒരൊറ്റ ദൃഢനിശ്ചയം എടുക്കുക, ഞാൻ അടക്കം എടുക്കേണ്ട സംഭവമാണ്, ഇനി ഞാൻ ഒരു കോയിൻ ഞാൻ വിൽക്കുന്നില്ല എന്ന് 3 മാസം നമ്മൾ ഈ പറഞ്ഞ കമ്മ്യൂണിറ്റി എടുക്കുകയാണെങ്കിൽ, ഞാൻ ഗ്യാരണ്ടി തന്നു, 1/2 സെന്റ് എന്തായാലും ഷുവറായിട്ട് കിടക്കും. ഷുവറാണ്. വേറെ നിങ്ങൾ ചെയ്യാം, മാജിക് ഒന്നും ഇതിലില്ല. കാരണം നമുക്കറിയാം, നിങ്ങൾക്ക് ക്രിപ്റ്റോ എന്തുകൊണ്ട് വില ഓടുന്ന വെച്ചാൽ, ബയേഴ്സ്, അതായത് പർച്ചേസ് ചെയ്യുന്ന ആളുകൾ കൂടുകയും സെല്ലേഴ്സ് കുറയുമ്പോഴാണ് ഏത് ക്രിപ്റ്റോ വില ഓടുന്നത്. പിന്നെ അത്രമാത്രം യൂട്ടിലിറ്റി ഉള്ള ഒരു കറൻസികൾ, ഇപ്പൊ നമുക്കറിയാം പൈക്കോയിനിടെ ഫ്രീ ആയിട്ട് കൊടുത്ത സാധനം, എയർ ഡ്രോപ്സിലൂടെ അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് കൊടുത്ത സാധനമാണ്. അതിന് പോലും വില വന്നില്ല. ലിസ്റ്റ് ചെയ്യില്ലാന്ന സാധനം ലിസ്റ്റ് ചെയ്തു, എന്റെ കയ്യിലുണ്ട് കുറച്ച്. ഞാൻ പല ആൾക്കാർക്ക് ലിങ്ക് അയച്ചു നെവറാക്കിയ സാധനമാണ്. ഞാൻ പറഞ്ഞ അത് എടുത്തു വെച്ച ആൾക്കാർ ബെനിഫിറ്റ് കിട്ടിയില്ലേ? ഒന്നും ചെയ്യാൻ നമ്മുടെ മൊബൈൽ നെറ്റുകൾ ഇതുപോലെ നമുക്കറിയാം. നമ്മുടെ അപ്പസ് എന്ന സാധനം ഇപ്പൊ നമുക്ക് വെറുതെ കിട്ടുന്ന സാധനം പോലെ തോന്നരുത്. ഇതിന്റെ വാല്യൂ ഞാൻ വലിയ റേറ്റ് ഒന്നും പറയുന്നില്ല. നിങ്ങൾ ഒരു 2 വർഷം വെയിറ്റ് ചെയ്യാൻ തയ്യാറാണ്. ഞാൻ സിമ്പിൾ ഒരു പ്ലാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നിങ്ങൾ പുതിയൊരാൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്, നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര ഉള്ളൂ.
ഒരു 3 മാസം ഈ ബിസിനസ് ചെയ്യാൻ ഫേസ് 2 വേറെ ഒന്നും ചെയ്യണ്ട. 3 മാസം പിന്നെ നിങ്ങൾ ചെയ്യണ്ട. നിങ്ങൾ വീട്ടിൽ റെസ്റ്റ് എടുത്തോളൂ. ഞാൻ ചെയ്യുന്ന ഞാൻ റെസ്റ്റിലാണ് ഫുള്ള്. ഞാൻ എത്ര പറയുന്നുള്ളൂ. നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഒരു 10,000 ടോക്കൺ പുതിയ ഒരാളെ കൊണ്ട് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ 10,000 ടോക്കൺ ഇന്നത്തെ റേറ്റ് കൂട്ടണം, 2 രൂപ വെച്ച് കൂട്ടണം, 20,000 ഉണ്ട്. 20,000 രൂപ അയാൾ ഇൻവെസ്റ്റ് ചെയ്താൽ അയാൾ ഒരാളെ കൊണ്ടുവന്നില്ലെങ്കിൽ പോലും അദ്ദേഹത്തെ സംബന്ധിച്ചോളം അദ്ദേഹം ഞാൻ പറഞ്ഞു മുടക്ക് മുതൽ 3 മാസം കൊണ്ട് ഒക്കെ ശരിയാണ്. ഇനി അദ്ദേഹം ഒന്നും ചെയ്തില്ല, വേസ്റ്റ് ചെയ്തില്ലെങ്കിലും വെറുതെ വാങ്ങി ഹോൾഡ് ചെയ്ത് വെച്ചാൽ പോലും അദ്ദേഹം ഹോൾഡ് ചെയ്ത് വെച്ച് പോരാ. അദ്ദേഹത്തെ സംബന്ധിച്ചോളം ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റ് പോലെ ബാങ്കിൽ 2 വർഷത്തിന് ഇട്ടു. ഒരാളെ ഞാൻ കൊള്ളുന്നില്ല. ഞാൻ ഗ്യാരണ്ടി തരാം. 100 രൂപ ആയാൽ 2 വർഷത്തിന് കാരണം പറഞ്ഞത് 10 ലക്ഷം 20,000 രൂപ മുടക്കുന്ന ഒരാൾക്ക് നിങ്ങൾക്ക് ആർക്ക് പറഞ്ഞാൽ വിശ്വസിക്കുമോ എനിക്കറിയില്ല. 20,000 രൂപ മുടക്കിയാൽ 10 ലക്ഷം റുപ്യ അസറ്റായി. ഇനി അതല്ല അദ്ദേഹം ക്ഷമയില്ലാത്ത ഒരാളാണ്, ഒരു വർഷമെങ്കിലും അദ്ദേഹം ക്ഷമിക്കാൻ തയ്യാറായാൽ 50 രൂപ ആയാൽ പോലെ 5 ലക്ഷം രൂപ. നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കുക, എന്ത് പരിപാടി ഉണ്ട് ഒരു 10,000 രൂപ മുടക്കിയിട്ട് അല്ലെങ്കിൽ 20,000 രൂപ മുടക്കിയിട്ട് ഇത്രയും പൈസ ഈ പറഞ്ഞ സംഭവം അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കുക. ഇവിടെയാണ് നമ്മൾ ക്രിപ്റ്റോയുടെ ഇത്ര ഇമ്പോർട്ടന്റ് ഞാൻ പറഞ്ഞു. ഇപ്പൊ നമുക്കൊക്കെ ആഗ്രഹം ഉണ്ടാവും. അപ്പൊ നമുക്ക് അറിയാം 2011 ബിറ്റ് കോയിൻ റേറ്റ് എന്ന് പറഞ്ഞാൽ $1 പോലും $1 എന്തോ സംതിങ് റേറ്റ് ഉള്ളൂ. $1 എന്ന് പറഞ്ഞാൽ 90 റുപ്യ അല്ലേ? ഒരു 10 കോയിൻ 900 റുപ്യ, 1000 റുപ്യ കൂട്ടിക്കോളി. 1000 റുപ്യ നമ്മളെ കയ്യിൽ 2011 ഒരു 10 എണ്ണം വാങ്ങി വെച്ചിരുന്നെങ്കിൽ അത് മറന്നുപോയി, അതിന്റെ ഇതൊക്കെ മറന്നുപോയി, അല്ലെങ്കിൽ നമ്മൾ 10 വർഷത്തിന് വിൽക്കുന്നില്ല തീരുമാനിച്ച ഇന്നത്തെ അവസ്ഥ എന്താ നമ്മളൊക്കെ? ഇതാണ് ഞാൻ പറഞ്ഞത്. അവിടെ നമുക്ക് അന്ന് ഒരിക്കലും അതിന് വാല്യൂ കാണാൻ പറ്റില്ല. ഇപ്പൊ നമ്മുടെ അപ്പർ സ്റ്റോക്കാൻ നമുക്കറിയാലോ 42, 50, 69 സെന്റ് വരെ എത്തിയിട്ടുണ്ട്. ആ സമയത്ത് നമുക്കറിയാലോ ഒരു നമ്മളെ കമ്മിസ്റ്റോളം ഇതേ ഫേസ് 2 ചെയ്ത ആളുകൾക്ക് കിട്ടിയ ബെനിഫിറ്റ് ഡെയിലി 1000 കോയിൻ 50,000 കോയിൻ സ്റ്റേക്ക് 1000 കോയിൻ എന്ന് വെച്ചാല് ഈ പറഞ്ഞ 50 രൂപ വെച്ചാണ് ഡെയിലി ആയിട്ട് കിട്ടുന്ന 50,000 രൂപയാണ്. കിട്ടിയ സംഭവമല്ല, ഇതേ സംഭവം നിങ്ങൾക്ക് ഇവിടെ ഫേസ് 2 കിട്ടും. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രേ ഉള്ളൂ. ഒരു കാരണവശാലും എന്റെ സുഹൃത്തുക്കളോട് പറയാൻ, ബിസിനസ് ആക്കി എടുക്കുക ആളോട് പറയാണ്, നിങ്ങൾ ഒരിക്കലും വിൽക്കാൻ ചെയ്യരുത്. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രേ ഉള്ളൂ. നിങ്ങൾ വരുമാന മാർഗത്തിനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നമ്മൾ റെഫറലോ മറ്റതൊക്കെ ചെയ്തൊക്കെ വേറെ ചെയ്തോ. നിങ്ങൾക്ക് എന്തെങ്കിലും ബിസിനസ്സോ ജോലി ഉണ്ടെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്തോളൂ. പക്ഷെ ഇതൊരു അസറ്റ് ആയിട്ട് നിങ്ങൾ മാറ്റി വെച്ചിട്ട് ഇതൊരു വലിയ ഫ്യൂച്ചർ, ഞാൻ 2 വർഷം ഞാൻ ജോലി ചെയ്യുള്ളൂ, എന്റെ 2 വർഷം ഞാൻ എന്റെ കമ്പനി വർക്ക് ചെയ്യുള്ളൂ തീരുമാനം എടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ഒരു അസറ്റിന്റെ വാല്യൂ ഒക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളൊപ്പം നിങ്ങളുടെ ഫാമിലിയൊപ്പം വീട്ടിലിരുന്നിട്ട് അടിച്ചു പൊളിച്ചിട്ട് ഈ മഴയൊക്കെ പെയ്യുമ്പോൾ നല്ല എരിവുള്ള മിച്ചറും കട്ടൻ ചായ കുടിച്ച് ഇരിക്കാൻ പറ്റും. ഞാൻ വെറുതെ പറയില്ല, അത്രമാത്രം ഫ്യൂച്ചറുള്ള സാധനമാണ്. ഇന്ന് ഇഷ്ടം പോലെ നമുക്കറിയുന്ന സുഹൃത്തുക്കൾ ട്രേഡ് ചെയ്യുന്ന ക്രിപ്റ്റോയിലുള്ള ആളുകൾ ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ അവസാനിപ്പിക്കുകയാണ്. അപ്പൊ ഇവിടെ നിങ്ങൾ ചെയ്യുന്ന 3 മാസം 120 ടോക്കൺ ഇന്നിപ്പോ വാങ്ങാൻ വേണ്ടിയിട്ട് പുതിയ ഒരാൾ ചെയ്യുകയാണെങ്കിൽ 2 രൂപ 250 രൂപ 240 രൂപ വരും. 250 കൂട്ടിക്കോളും. 250 രൂപയുടെ വേണമെന്ന് വെച്ചാൽ 10 റെഫർ ഡയറ്റ് കൊണ്ടുവരാൻ പറ്റും. ഇല്ല, ഗ്യാരണ്ടി പറഞ്ഞു കൊണ്ടുവരാൻ പറ്റും. എന്റെ പൈസ പോയാൽ ഞാൻ തെക്കോളൂ. കാരണം 250 റുപ്യന്റെ കേസാണ്. അദ്ദേഹത്തിന് ഒരു മാസത്തിനുള്ള അദ്ദേഹത്തിന്റെ ഈ മതിലിന്റെ ഒരു കാൽഭാഗം അല്ലെങ്കിൽ പകുതിയുടെ അടുത്ത് കിട്ടുമ്പോൾ അദ്ദേഹം നിങ്ങൾ അറിയേണ്ട ആവശ്യമില്ല. പ്ലാൻ ഇങ്ങനെ കൂടും. ഇന്നിപ്പോ നമുക്കറിയാം ഫേസ് 2 പല ആളുകൾ ഞാൻ വാച്ച് ചെയ്യാറുണ്ട്. ഫേസ് 2 നന്നായിട്ട് സ്റ്റേക്ക് ചെയ്യും. നമ്മൾ ഒരു വട്ടം കാണിച്ചു കൊടുത്താൽ മതി. അപ്പൊ നിങ്ങൾ ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ ടീമിനെ കൊല്ലരുത്. എല്ലാ ആളുകൾക്കും നിങ്ങളെ റെഫർ ചെയ്ത വ്യക്തികൾക്ക് ഈ ഇൻഫർമേഷൻ 100% നിങ്ങൾ ഇപ്പൊ നമുക്ക് 1000 ആളുകൾ അതിലുള്ള എല്ലാവർക്കും ഈ പ്ലാൻ എത്തിയില്ല. നിങ്ങൾ എന്താ അവരെ വിളിച്ചിട്ട് എടാ ഇങ്ങനെ സംഭവം ഉണ്ട്, നമ്മൾ ഇങ്ങനെ ചെയ്യാൻ 120 ടോക്കൺ ചെയ്ത് മിനിമം ചെയ്ത് കാണിച്ചു കൊടുത്താൽ അദ്ദേഹത്തിന് ബെനിഫിറ്റ് കിട്ടുമ്പോൾ തീർച്ചയായിട്ടും ചെയ്യും. ഇപ്പൊ നമുക്ക് ഫേസ്ബുക്കിൽ 10% ചെയ്ത ആൾക്കാർക്ക് കിട്ടുന്നുണ്ട്. ഇനി ഈ റെഫറൽ നിങ്ങൾ ഈ പറഞ്ഞ പോലെ 3 മാസം നിങ്ങൾ 2 പേരെ ഡെയിലി വെച്ച് ചെയ്യുകയാണെങ്കിൽ തന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ടീമിൽ 180 പേരായി. സോറി, പിന്നെ 3 മാസം ആകുമ്പോൾ ശരിയാ 180 പേരായി. 180 പേര് നിങ്ങൾ ടീമിൽ വന്നത് നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കുകയാണ്. ആ വന്ന ആളുകൾ ആ 120 പ്ലാനത്തിന് നിൽക്കുമോ? കാരണം അവർ പൈസ ഉണ്ടാക്കാൻ വന്നതാണ്. നിങ്ങൾ ഞാൻ പറഞ്ഞ 3 മാസം നിങ്ങൾ സ്റ്റഡി ആയിട്ട് നിങ്ങൾ കറക്റ്റ് ഒരു ബിസിനസ് ആംഗിൾ എടുത്ത് ചെയ്യുകയാണെങ്കിൽ എപ്പോഴും നമ്മൾ മനസ്സിലെന്തായി എന്റെ കൂടെ എന്നെ വിശ്വസിച്ച് വന്ന വ്യക്തിക്ക് ഒരു വരുമാനം ഞാൻ വഴി ഉണ്ടാക്കി കൊടുക്കുന്ന ഒരൊറ്റ ചിന്തയോട് കൂടി ആയിരിക്കണം, പോസിറ്റീവ് ആയിട്ടുള്ള നല്ല ചിന്തയോട് കൂടിയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സക്സസ് ഗ്രോത്ത് ഉണ്ട്. അപ്പൊ അതുപോലെ തന്നെ നമുക്കറിയാം ഇത് ഈ പറഞ്ഞ പോലെ തന്നെ എല്ലാ ആളുകളും നിർബന്ധമായിട്ട് ട്രസ്റ്റ് വാലറ്റ് അതുപോലെ XT.com എന്നുള്ള എക്സ്ചേഞ്ച് ഇതൊക്കെ ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾ കൂടുതലുള്ള ആൾ കാണിച്ചു കൊടുത്ത് മനസ്സിലാക്കി കൊടുക്കാം. അപ്പോൾ എനിക്ക് വീണ്ടും പറയാനുള്ള 6 മാസം നിങ്ങൾ എന്ത് ചെയ്യുക? ഹോൾഡ് ചെയ്യുക. ഞാൻ അവസാനിപ്പിക്കണം ഒറ്റ സ്റ്റോറിയും കൂടി പറഞ്ഞിട്ട്. പണ്ട് ഒരു രാജാവ് ഒരു മന്ത്രിയോട് ഒരു കാര്യം പറഞ്ഞു, നമ്മുടെ പ്രജകളൊക്കെ നല്ല അനുസരണമുള്ളവരാണ്, എന്നെ ഭയങ്കര ഭയമാണ് സ്നേഹമാണ് ഒക്കെ. അപ്പൊ മന്ത്രി പറഞ്ഞു, രാജാവേ അത് അങ്ങക്ക് തെറ്റുപറ്റിപ്പോയി, അത് നിങ്ങളെ തോന്നലാണെന്ന് പറഞ്ഞു. അപ്പൊ രാജാവ് പരീക്ഷിക്കാൻ വിചാരിച്ചു. രാജാവിന്റെ മോഹം പറഞ്ഞു, എനിക്ക് എന്നും ഞാൻ കുളിക്കുന്നത് സാധാ വെള്ളത്തിലാണല്ലോ, എനിക്ക് പാലിന്റെ പാൽ ഒഴിച്ച് കുളത്തിൽ കുളിക്കണം ഒരാഗ്രഹം പറഞ്ഞു. പ്രജകളെ അറിയിച്ചു. ഭടന്മാര്
ചെണ്ട കൊട്ടി എല്ലാം നമുക്കറിയാലോ, ആ കഥകൾ അറിയാലോ. അങ്ങനെ ഒറ്റ കണ്ടീഷൻ പറഞ്ഞു, മന്ത്രിയും പറഞ്ഞു, നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, നിങ്ങളെ പ്രജകളെ ആ പാൽ ഒഴിക്കുമ്പോൾ കാണാൻ പാടില്ല. അപ്പോഴല്ലേ അറിയാൻ പറ്റുള്ളൂ, നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പൊ രാജാവ് എന്ത് ചെയ്യണം, അപ്പൊ രാത്രിയാണ് നല്ലത്, 10 മണിക്ക് രാത്രി ലൈറ്റ് ഒക്കെ എടുത്ത് രാത്രി 10 മണി മുതൽ പുലർച്ചെ 4 മണി വരെ ആളുകൾ അവരുടെ ഒരു കപ്പ് പാല് അല്ലെങ്കിൽ ഒരു മുന്തയിലോ എന്താ വെച്ചാൽ പാല് കൊടുത്തിട്ട് ഒഴിക്കട്ടെ. അങ്ങനെ ആളുകളൊക്കെ ഇങ്ങനെ ഓരോരുത്തർ കൊടുന്ന് ഒഴിച്ചു. ഇതായി ലാസ്റ്റ് പിറ്റേന്ന് നേരം വെളുത്ത് രാജാവ് ഭയങ്കര ആവേശത്തോട് കൂടിയിട്ട് ഇങ്ങനെ ഇറങ്ങി ചെന്നപ്പോഴേ നോക്കുമ്പോ 99% വെള്ളമാണ്. അവിടെ ഇവിടെയും കുറച്ച് ഭാഗത്ത് മാത്രം എന്തുണ്ട്, പാലിന്റെ ഒരു അംശമുണ്ട്. രാജാവിന് അങ്ങനെ ദേഷ്യം വന്നു. മന്ത്രി എന്ന് ചിരിച്ചു. മന്ത്രി പറഞ്ഞു, ഇപ്പൊ എന്ത് മനസ്സിലായി എന്ന് വെച്ചു. ഇവിടെ എന്താ സംഭവിച്ചെന്ന് വെച്ചാല് എല്ലാ ആളുകളും ഈ പാലൊഴിക്കുന്ന എല്ലാവരും ചെയ്തെന്താണെന്നറിയോ, ഞാൻ ചെയ്തില്ലെങ്കിലും അല്ലെങ്കിൽ ഞാനിപ്പോ കുറച്ച് വിറ്റാലും പ്രശ്നമൊന്നുമില്ലല്ലോ, ഇവിടെ ഇങ്ങനെ എല്ലാവരും ചിന്തിച്ചപ്പോ എന്തായി, കോയിന് വില കുറഞ്ഞു. ഇതുപോലെ അവിടെ തിരിച്ചായിരുന്നെങ്കിലോ എന്ത് ഹാപ്പി. ഇതുപോലെ ഞാൻ പറഞ്ഞത് നമ്മളൊക്കെ ചെയ്യുന്ന രാജാവിന്റെ അല്ലെങ്കിൽ പാല് കൊടുന്ന് ഒഴിച്ച പോലെ ആരും ഞാൻ ഒന്ന് ഒഴിച്ചെന്ന് കരുതിയിട്ട് ആരും ഒന്ന് കാണാൻ പോകുന്നില്ല, അല്ലെങ്കിൽ ഞാൻ ഒഴിച്ച ബാക്കിയുള്ള ആൾക്കാർ ഇരുട്ടല്ല, ആരും അറിയില്ലല്ലോ, രാത്രിയല്ലേ, ഞാൻ കുറച്ച് പാല് വെള്ളം കൊടുന്ന് വെച്ചാൽ ആരും കാണില്ല, ആ ബാക്കിയൊക്കെ പാലാവുന്നതായിരിക്കും. പക്ഷെ എല്ലാവരും കൂടും, 99% ആൾക്കാരും കൂടുന്ന എന്താണ്, വെള്ളമായിരുന്നു. ഇതുപോലെയാണ് നമ്മൾ ഈ ബിസിനസ്സിനെ എപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ നമ്മളെ തന്നെ കൊല്ലുകയാണ്. അപ്പൊ ആ കത്തി മാറ്റി വെച്ചിട്ട് ഞാൻ വീണ്ടും പറയുന്നു, മിനിമം 3 മുതൽ 6 മാസങ്ങൾ ഹോൾഡ് ചെയ്യാനുള്ള മിനിമം ഒരു 10,000 ടോക്കണെങ്കിലും നിങ്ങൾ വഴി ഒരു കുടുംബത്തിൽ ഒരു വീട്ടിൽ നിങ്ങൾ ഹോൾഡ് ചെയ്യാനുള്ള ഒരു മനസ്സുണ്ടായി കൊടുത്താൽ അറ്റ്ലീസ്റ്റ് നിങ്ങളെ പ്രദേശത്ത് ഉണ്ടാകുന്ന അസറ്റ് ഞാൻ പറഞ്ഞല്ലോ, 1-2 വർഷം കഴിഞ്ഞാൽ അവർ നിങ്ങളെ വിളിച്ചിട്ട് ബിരിയാണി കിട്ടും, ഞാൻ ഗ്യാരണ്ടി തരാം. കാരണം വെച്ചാൽ വേറെ ക്രിപ്റ്റോ ഇന്ന് നിശ്ചിത കറൻസിയല്ലേ, തീർച്ചയായിട്ടും വലിയൊരു ഭൂമിയിൽ വരുന്നുണ്ട്. നമുക്കറിയാം ഏതൊരു പുലിയും പതുങ്ങുന്നത് വലിയൊരു ചാട്ടത്തിനാണ്. തീർച്ചയായിട്ടും എല്ലാ ആളുകളും കൂടെ നിൽക്കുക. ഞാൻ എൻ്റെ ഇപ്പോഴത്തെ ഈ ഒരു ടോക്ക് ഞാൻ അവസാനിപ്പിക്കുകയാണ്. തീർച്ചയായിട്ടും നമുക്ക് ഫിസിക്കലായിട്ട് ഒരുപാട് മീറ്റിംഗുകൾ നടത്താണ്. ഞാനൊരു ഹെൽത്ത് ഇഷ്യൂ ആയിട്ട് കുറെ റെസ്റ്റിലാണ്, ചികിത്സ ഒക്കെ ആയിട്ട് ഹോസ്പിറ്റലിലൊക്കെ ഇരുന്നു. അപ്പൊ അതുകൊണ്ടാണ് തീർച്ചയായിട്ടും. എന്നാലും എൻ്റെ മനസ്സിലും ബിസിനസ് ഉണ്ട്. ഞാൻ പറഞ്ഞത് ഇന്ന് ഏറ്റവും കൂടുതൽ വളരെ സന്തോഷം എന്ന് വെച്ചാൽ നന്നായിട്ട് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഫേസ് 2 2 ഫേസ് 2 നമ്മൾ ടോക്കൺ വാങ്ങി ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഞാൻ സെല്ലിങ് ചെയ്യുന്ന ആളല്ല, സെല്ലിങ് ഞാൻ ചെയ്യില്ല എന്നല്ല, അത്യാവശ്യത്തിനൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ വളരെ കാരണമല്ല, കുറച്ച് നമുക്ക് വീട്ടിലേക്ക് ചിലവുണ്ടാവുമല്ലോ, അല്ലാതെ ഇന്ന് ഞാൻ ഹോൾഡ് ചെയ്ത് വെക്കണം. അപ്പൊ തീർച്ചയായിട്ടും എന്റെ സുഹൃത്തുക്കളോട് വീണ്ടും റിക്വസ്റ്റ് ചെയ്യുന്നത്, നിങ്ങൾ ഒരു മിനിമം 3 മുതൽ 6 മാസങ്ങളും സെല്ല് ചെയ്യാൻ, നിങ്ങളുടെ അസറ്റ് ആണ് അത്, നിങ്ങളെ മക്കൾക്കും നിങ്ങളെ ഫാമിലിക്കും ആണ് മനസ്സിലാക്കിയിട്ട്, നിങ്ങളെ ഫ്യൂച്ചറാണ് മനസ്സിലാക്കിയിട്ട്. നാളത്തെ ബിറ്റ്കോയിന് എത്തേറിയെന്നാവും ഞാൻ പറയുന്നില്ല, ഒരു പക്ഷേ നാളത്തെ ഞാൻ പറഞ്ഞു വലുതൊന്നും പറയുന്നില്ല, നാളത്തെ ഒരു XRP ആയിക്കഴിഞ്ഞാൽ, ഇന്ന് XRP റേറ്റ് എല്ലാവർക്കും $2 അല്ലെ, അങ്ങനെ ഇനി വേണ്ട, നമ്മളെ XT എന്നുള്ള സാധനം ഉണ്ട് അല്ലെ, XTന്റെ ഒരു കറൻസി ഉണ്ട്, അതായി പോലെ $5. അതായാൽ പോലും നിങ്ങൾക്കൊന്ന് ആലോചിക്കാൻ ബോധം കിടേണ്ട ആവശ്യമില്ല. കാരണം അപ്പൊ നമുക്ക് നല്ല സമയമാണ്, കൊഴുത്തിന്റെ സമയമാണ്. മാക്സിമം കറൻസികൾ വാങ്ങി വെക്കുക. എത്ര 1 ലക്ഷമൊക്കെ വാങ്ങാൻ ഞാൻ പറഞ്ഞു, അത് ഒറ്റയടിക്ക് വാങ്ങണം ഞാൻ പറഞ്ഞില്ല. നിങ്ങൾ ചെയ്ത് നിങ്ങൾ റെഫർ ചെയ്ത് അതിന്റെ ഒക്കെ റിസൾട്ടുകളായി നിങ്ങൾക്ക് കിട്ടുന്നത് നിങ്ങൾ വിൽക്കാതെ മാറ്റി വെച്ചാൽ 100% ഞാൻ ഗ്യാരണ്ടി തരാം, അടുത്ത 6 മാസം കഴിഞ്ഞാൽ നിങ്ങൾ സന്തോഷിക്കുന്ന ഒരു ദിവസം ഉണ്ടാവും. 3 മാസം സിസ്റ്റമാറ്റിക്കായി നിങ്ങൾ ചെയ്താൽ നിങ്ങളെ ഫാമിലി ആയിട്ട് ലൈഫ് ലോങ് വീട്ടിലിരിക്കാൻ പറ്റും. ഓക്കെ, താങ്ക് യു.